പറഞ്ഞു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, എനിക്ക് ദീർഘായുസ്സുണ്ട്. കർത്താവിനെ ഞാൻ ദീർഘായുസ്സോടെ ദിവ്യ ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ ക്രിസ്തു യേശുവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും, ഇന്ന് രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുത അടയാളങ്ങൾ എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ. വലിയ സ്പിരിച്വൽ എൻകൗണ്ടറുകളെ കർത്താവ് ചെയ്യുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. തുടക്കത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ നമുക്കിനി പ്രാർത്ഥനയ്ക്ക് ഫെബ്രുവരി നടക്കുന്ന കേരളത്തിലെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് ഇനി മൊത്തം 16 ദിവസം കൂടെയുള്ളൂ. ഇന്ന് 1-ാം തീയതിയാണ്. 16 ദിവസമുള്ളൂ. 17 അടുത്ത ദിവസങ്ങളിലും 17 ദിവസം കൂടെയുള്ളൂ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. 18-ാം തീയതി മുതൽ നമുക്ക് പ്രാർത്ഥന ഫെബ്രുവരിയിൽ ആരംഭിക്കും. എറണാകുളം, കൊല്ലം, കോട്ടയം എന്നീ 3 സ്ഥലങ്ങളിലാണ് പ്രാർത്ഥനയുള്ളത്. അപ്പോൾ അതിലേക്ക് വരിക. നിങ്ങളെ കർത്താവോട് വലിയ പ്രൊഫറ്റിക്കൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ലൊക്കേറ്റ് ചെയ്യുവാനും പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറുകൾ കൊണ്ടാകുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കും. ഞാൻ എന്തുകൊണ്ടാണ് അത് എടുത്തു പറയാൻ കാരണം, നമ്മുടെ ഇടയിൽ കർത്താവിൻ്റെ പ്രവാചക ശുശ്രൂഷ അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരാലോചന മതി ടേണിംഗ് ഉണ്ടാകാൻ. ഒറ്റ ആലോചന മതി നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ടേൺ ഉണ്ടാകാൻ. അപ്പോൾ പ്രാർത്ഥനയോടെ തന്നെ വരിക. അവിടെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരുടെ മിടുക്കൊന്നുമല്ല, പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ ഞാൻ എപ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാര്യം അവിടെ എനിക്ക് എൻ്റെ ആഗ്രഹമല്ല വെളിപ്പെടേണ്ടത്, എൻ്റെ ബുദ്ധിയല്ല വെളിപ്പെടേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഞാനെന്ന വ്യക്തിയെ ദൈവം അവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രയോജനപ്പെടേണ്ടതിന്, നിങ്ങൾക്ക് അവിടെ ആ വന്നതും കണ്ടതും ഒക്കെ ഗുണപ്പെടേണ്ടത്. നിങ്ങൾ പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ എടുത്തു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ആവിന്മേൽ ദൈവത്തിൻ്റെ വചനം പറയേണ്ടത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണമെന്ന് പൗലോസ്ലീഹ സഭയോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും അവിടെ ചെല്ലുമ്പോൾ വർഷിപ്പ് ടീം ആയിക്കോട്ടെ, അവിടെ ക്യാമറ ലൈവ് എല്ലാ കാര്യങ്ങളും ടീം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹമായ ഓഡിറ്റോറിയം തന്ന ആൾക്കാർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. അതിൻ്റെ നമ്മൾ ദൈവം അറിയാതെ വിരിച്ചൊരുക്കിയ ഒരു മാളികമുറി, മർക്കോസിൻ്റെ മാളികമുറി ദൈവം ഒരുക്കിയതുപോലെ നമുക്ക് വേണ്ടി ഒരുക്കിയ ഓഡിറ്റോറിയങ്ങളായിക്കോട്ടെ ഒക്കെയും കർത്താവ് അവിടെ വലിയ വലിയ പ്രവൃത്തികളാൽ ദൈവം സഹായിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ നിങ്ങൾ വരിക. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. വലിയ എൻകൗണ്ടറുകളെ കർത്താവ് അവിടെ വലിയ കർത്താവിൻ്റെ ശക്തിയെയും ദൈവപ്രവൃത്തികളെയും കാണുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അതിന് നന്ദി പറയാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മുടെ നടുവിൽ നിറയ്ക്കുന്നല്ലോ. അപ്പം വരും ദിവസങ്ങളിൽ നമ്മുടെ വർഗീസ് ബ്രദറൊക്കെ നോട്ടീസ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നിട്ട് പറഞ്ഞ വർഗീസ് ബ്രദർ എനിക്ക് കോട്ടയം മുതൽ എറണാകുളം മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഇങ്ങനെ വാഹനത്തിൽ അദ്ദേഹം നോട്ടീസ് കൊടുക്കുവാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ വഴിമധ്യയിലൊക്കെ നിങ്ങൾ കാണാൻ ഇടയായിത്തീരും. അപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ നോട്ടീസ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അത് വലിയ ആഗ്രഹത്തോടെയാണ് വർഗീസ് സർ മാത്രമല്ല, അജസ്റ്റർ ആയിക്കോട്ടെ എല്ലാ സഹോദരങ്ങളും അതിനുവേണ്ടി തന്നെ പ്രയത്നിക്കുന്നുണ്ട്. അപ്പം എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്കൊക്കെ അതിൽ പങ്കുചേരാം. അപ്പോൾ അവിടെ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഒരു കസേര ഇടാം. അവിടെ വന്ന് ആരും കൈയും കെട്ടി നിൽക്കേണ്ട. ഒരു കസേര ഇട്ടാൽ പോലും പ്രതിഫലം ഉണ്ട് കേട്ടോ. അവിടെ വന്ന് കൈയും കെട്ടി നിന്നാൽ ഒരു പ്രതിഫലവും ഇല്ല. അവിടെ വന്ന് പൗലോസ് പറഞ്ഞു, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവരാജ്യം നിമിത്തം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. അവിടെ വന്ന് കസേര ഇടാൻ വേണ്ടി നോക്കി നിൽക്കേണ്ട. ചാടി ഒരു കസേര ഇട്ടാൽ ആ ഇട്ട കസേരയ്ക്കും പ്രതിഫലമുണ്ട്. അവിടെ കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താൽ, എൻ്റെ കൂടെ പറഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്ന് പറ.
കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ ദൈവം എന്ത് ചെയ്താലും പ്രതിഫലം തരും. ആമേൻ. നിങ്ങൾ നന്നായിട്ട് ഇത് കോട്ടയത്തെ മീറ്റിംഗിന്റെ അകത്ത് ഒന്നും അറിയേണ്ടി വന്നില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മൾ പരസ്പരം ഒക്കെ ചെയ്യാൻ ഇടയായി തീർന്നു. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ മീറ്റിങ്ങിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞാൻ ആ ഓഡിറ്റോറിയം അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ശക്തി തരും. അതെത്ര സമയമെടുത്താലും നമ്മൾ അതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ഓർഡറിൽ തന്നെയുണ്ട്. നിങ്ങൾ ദൂരത്തുനിന്ന് വരുന്നവർക്ക് വേണ്ടി ഒത്തിരി ദൂരെ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ അറിയിക്കണം. ദൂരെ നിന്ന് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടവരുണ്ട്. അടുത്തുള്ളവർ കൂടുതലും ആദ്യം പ്രാർത്ഥിക്കാൻ വരാതെ ഏറ്റവും ഒടുവിലേക്ക് വരുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ ഞാൻ ഇറക്കി ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ആ സമയത്ത് മൊത്തം മിക്സായി പോകരുത്. ഇനി നമുക്ക് വലിയ സമയമില്ല, അതുകൊണ്ട് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ പോവാം. ഇന്ന് അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ടീം ലീഡേഴ്സ് പോലെ ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും. ഇതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ നാമത്തിൽ ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ വെള്ളം കൊടുക്കാൻ നിൽക്കുന്നത് വലിയ അനുഗ്രഹ കാര്യം. ഫിലിപ്പോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യൻ മേശമേൽ ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു. അവിടെ കിച്ചണിൽ അവർക്ക് വേണ്ടി ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിനെയാണ് പിന്നീട് ശമരിയ പട്ടണത്തിൽ മന്ത്രവാദികൾ അവരുടെ മന്ത്രച്ചുരുളുകളെ പോലും ഫിലിപ്പോസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കത്തിച്ച് കളഞ്ഞ പരിപാടി നിർത്തിയത്. ഒരു പട്ടണം മഹാസന്തോഷത്തിലായെന്നാണ് പറയുന്നത്. ഫിലിപ്പോസ് ലീഹായെ പറ്റി പറയുന്നു. അദ്ദേഹം ആരായിരുന്നു? അപ്പോസ്തലന്മാർക്ക് മേശമേൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കല്ല്. അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ആരും മാറി നിൽക്കേണ്ട, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒന്നും കൂടെ ഗ്രൂപ്പിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട്. എത്ര പേര് നിങ്ങൾ വരുമെന്ന് ഇപ്പം കമൻറ്റ് ചെയ്യേണ്ട. എല്ലാ ഗ്രൂപ്പുകളും ഈ വരും ദിവസങ്ങളിൽ നമ്മൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും കൂടെ കൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ എത്ര പേര് എല്ലാ പ്രാർത്ഥനകളും ഇനി എല്ലാ മീറ്റിങ്ങിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എറണാകുളത്തും കോട്ടയത്തും കൊല്ലത്തിൻ്റെ ഒന്നും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ അകത്ത് പ്രയർ റിക്വസ്റ്റുകളോ മറ്റ് മെസ്സേജുകളോ ഒന്നും ഇടരുത്. അതൊന്നും കൂടെ നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, അത് ഞാൻ പറയും. വരും ദിവസം തന്നെ അത് ഓപ്പൺ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേഗത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വചന ചിന്ത നമ്മൾ എന്തിനെ പറ്റിയാണ് ചിന്തിച്ചെന്നുള്ളത്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. പൗരത്വം ലഭിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ക്രിസ്തുവിനോടുകൂടി മരിച്ചു, അപ്പോൾ സ്വർഗത്തിലാണ് പൗരത്വം ഉള്ളത്. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടത് വിഷയം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പൗരത്വത്തെ പറ്റിയാണ്. അപ്പം നമ്മൾ നമ്മുടെ സ്നാന ശുശ്രൂഷയെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നാനപ്പെടാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നു, സ്നാനം എന്നുള്ളത് കൽപ്പനയാണ്. എനിക്കോ നിങ്ങൾക്കോ അതിൽ നിന്ന് ഒഴിയാൻ കഴിയത്തില്ല. അത് ചെയ്യണം എന്നുള്ളത് കൽപ്പനയാണ്. ഞാനത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ കുറ്റക്കാരനാണ്. അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി അത് പറയുക എന്നുള്ളതാണ്. നിങ്ങൾ അതിനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ബൈബിളിലുണ്ട്. ബൈബിളിൽ ഇല്ലെങ്കിൽ ഓക്കെ, അത് ചെയ്യണ്ട. ബൈബിളിൽ ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ നമ്മുടെ പുതിയ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചോളൂ. മറ്റേ ഗ്രൂപ്പ് എല്ലാം ഫില്ലായിട്ടുണ്ട്. പുതിയ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, പഴയതാരും ചേരരുത്. അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് കയറുന്നവർക്ക് ഗ്രൂപ്പിൽ പ്രവേശിക്കാവുള്ളൂ. ഗ്രൂപ്പ് എല്ലാം ഫുള്ളായതുകൊണ്ടാണ്. യൂട്യൂബിൽ കാണുന്നവർ ഞാൻ പിന്നെ ഒന്നും എടുത്ത് പറയുകയാണ്. യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ കണ്ടു, ഒത്തിരി ആൾക്കാർ ലിങ്ക് ചോദിക്കുന്നുണ്ട്. പല ആൾക്കാരും പ്രയർ റിക്വസ്റ്റിലിടുമ്പം ചിലപ്പോൾ ഞാനത് ഒത്തിരി ലേറ്റായിട്ടായിരിക്കും, വല്ലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് നോക്കാൻ പറ്റത്തില്ല, എപ്പോഴും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടുന്ന ആരെങ്കിലുമൊക്കെ പുതിയ ആൾക്കാരൊക്കെ അവിടെ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മറുപടി കൊടുത്തോണം. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. അവർ ഗ്രൂപ്പിൻ്റെ ലിങ്കോ വല്ലതും ചോദിക്കുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രയർ ലിങ്കുകൾ അവർക്ക് അയച്ചു കൊടുക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. കാര്യം അവരൊക്കെ ഞാൻ പിന്നീട് അവിടെ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ലേറ്റായിട്ടാണ് അത് കാണുന്നത്. നിങ്ങളത് ആദ്യം കാണുന്നവരാണെങ്കിൽ അപ്പം തന്നെ അവർക്ക് മറുപടി കൊടുക്കുക, അപ്പം തന്നെ ഒരു വചനം കൊടുക്കുക. അവരെ യേശുവിൻ്റെ നാമത്തിൽ അവരെ ഒന്ന് പ്രാർത്ഥിക്കുക. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങളാണ്, പാഴാക്കരുത്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥന കിട്ടുന്ന ഒരവസരവും ദൈവം തരുന്നതാണ്. പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന അവസരം ദൈവം തരുന്നതാണ്, ആ ജീവവും രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ അത് പാഴാക്കല്, ഒഴിവാക്കല്, അതിൻ്റെ പ്രതിഫലം സ്വർഗം തരും.
അപ്പൊ നമ്മൾ ഇന്നലെ കേട്ടു സ്വർഗത്തിലെ പൗരത്വത്തെ പറ്റി കേട്ടു. വലിയ ശക്തമായിട്ട് തന്നെ കർത്താവ് ആ വചനത്തെ ഇന്നലെ ഉറപ്പിച്ചു. അത്ഭുത രോഗസൗഖ്യങ്ങളായാലും ദൈവത്തിന്റെ തന്റെ പ്രവൃത്തിയാലും ദൈവം ആ വചനങ്ങളെയൊക്കെ ഉറപ്പിച്ചു പോന്നു. ഇന്നും ദൈവം ഉറപ്പിക്കുവാൻ ശക്തനാണ്. ഇന്നലെ കേട്ട ആ വചനത്തിന്റെ നമ്മൾ ഈ ദിവസങ്ങളിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ്, ഫിലിപ്പർ കഴിഞ്ഞു കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് ധ്യാനിച്ചുകൊണ്ട് വരുന്നത്. ഇന്ന് കൊലോസ്യ ലേഖനത്തിലെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ എടുത്തതിന്റെ ബാക്കി ഭാഗം തന്നെ ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു വാക്യത്തിലേക്ക് ഒന്ന് വരാം. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ തന്നെ ഞാൻ ഇന്നലെ പൗരത്വത്തെ പറ്റി പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞേക്കുന്ന വാക്ക് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അകത്ത് ഏറ്റവും ഒടുവിലത്തെ വാക്യം ഇങ്ങനെയായിരുന്നു: നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിൽ ആകുന്നു. അപ്പം നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണ്. സ്വർഗീയ പൗരത്വം എനിക്ക് ലഭിച്ചു എന്നതിൻ്റെ പാസ്പോർട്ടാണ് സ്നാനം. എനിക്ക് സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തോട് നമ്മൾ സ്റ്റാറ്റസ് ഇടത്തില്ല. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും എനിക്ക് അമേരിക്കൻ പൗരത്വം കിട്ടി, എനിക്ക് യൂറോപ്യൻ പൗരത്വം കിട്ടി, എന്നിങ്ങനെ നമ്മൾ കനേഡിയൻ പൗരത്വം കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത് പോലെ തന്നെ നമുക്ക് സ്വർഗത്തിലെ പൗരത്വം കിട്ടിയതിൻ്റെ പ്രൂഫാണ്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. അതൊരു വലിയ പങ്കുണ്ട്. ഞാൻ യേശുവിനെ ഉയർത്തുകയാണ്. ആ സ്നാനത്തോടുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ യേശുവിൽ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചിരിക്കുന്നു. ഇനി സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചവരെ പറ്റി നമ്മൾ ഇനി കേൾക്കാൻ വേണ്ടി പോവാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നു. നിങ്ങൾക്കറിയാവോ, ബൈബിള് നമ്മളെപ്പറ്റി പറയുന്ന വാക്കാണ് വിശുദ്ധന്മാർ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ബൈബിള് എന്നെപ്പറ്റി പറയുന്നു വിശുദ്ധൻ. നമുക്ക് പലപ്പോഴും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ വിശുദ്ധനാണോ എന്നൊരു ചിന്ത. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്. ആ വചനം ഒന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നവരത് എടുക്കണേ. പത്രോസ്ലീഹായുടെ ലേഖനത്തിലെ 1 പത്രോസ് ലേഖനത്തിൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമാകുന്നു. അപ്പൊ നമ്മളെപ്പറ്റി ബൈബിൾ പറയുന്നു നമ്മൾ വിശുദ്ധ ജനമാണ്. വിശുദ്ധ ജനമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നവർ മാത്രമല്ല, യേശു ക്രിസ്തുവിലുള്ള നിങ്ങൾ ദൈവത്തിലുള്ള വിശുദ്ധന്മാരാണ്. കർത്താവിലുള്ള വിശുദ്ധ പ്രജയാണ് നിങ്ങളും ഞാനും. അപ്പൊ കർത്താവിലുള്ള വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ ബൈബിൾ പറയുന്നു, വിശുദ്ധന്മാർക്ക് ഇരുട്ടിലുള്ള അധികാരത്തിൽ, നോക്കിയ വിശുദ്ധന്മാർക്ക് ഇരുട്ടിലല്ല വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നമ്മളെ പ്രാപ്തരാക്കിയിരിക്കുന്നു. നോക്കിക്കേ, ഒന്നുകൂടെ പറയാം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. അപ്പം നമുക്ക് എന്തുണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിൽ അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ, യൂറോപ്പിന്റെ പൗരത്വം കിട്ടിയാൽ ഒത്തിരി ബെനിഫിറ്റുകളുണ്ട്. ചിലർ പറയുന്നത് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ബ്രദറെ ഈ അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ. ഒന്നാമത്തെ ബെനിഫിറ്റ് ഞാൻ കേട്ടിരിക്കുന്നത്, മിക്ക രാജ്യങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും വിസ എടുത്തു പോകേണ്ട രാജ്യങ്ങളിൽ ഫ്രീ വിസ കിട്ടും. വിസ ഇല്ലാതെ നേരെ എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. അങ്ങനെ എനിക്കറിയാവുന്നത് മാത്രമാണ്. പിന്നെ പറഞ്ഞത്, നിങ്ങൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു, അവിടെയുള്ള പൗരത്വം ഉള്ളവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട്. അതേപോലെ സ്വർഗത്തിലെ പൗരത്വം കിട്ടിയ നിങ്ങൾക്ക് ആനുകൂല്യമുണ്ട്. അതിനെ പറഞ്ഞവരാണ് വെളിച്ചത്തിന്റെ അവകാശങ്ങൾ. നോക്കിക്കേ, ഇനി നിങ്ങൾക്ക് ഈ സ്ക്രീനെ കാണാൻ പറ്റുന്നുണ്ടോ? വചനം 1 പത്രോസ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. എന്നിട്ട് 10-ാമത്തെ വാക്യം നോക്കി, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. നോക്കിക്കേ, നിങ്ങളെപ്പറ്റി പറയുന്നു, നിങ്ങൾ അന്ധകാരത്തിലല്ല, അത്ഭുത പ്രകാശത്തിലാണ്. ഇനി കൊലോസ്യ ലേഖനത്തിലേക്ക് പറയുന്നു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിന്റെ അവകാശത്തിനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു. നോക്കിക്കേ, ബൈബിളിന്റെ ഒരു ഭാഷ നോക്കിയേ, ഇരുട്ടിനൊരു അധികാരമുണ്ട്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. ഇതാണ് രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്.
രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഇരുട്ടിന്റെ അധികാരത്തെ സ്വാധീനിക്കുവാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആഭിചാരം നിങ്ങളുടെ മേൽ ഫലിക്കത്തില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പക്ഷെ ഒരു കുഴപ്പം എന്താണെന്നറിയാവോ? ഇവിടെ നിങ്ങൾ തൊട്ടുമുകളിലത്തെ വാക്യം മനസ്സിലാക്കണം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നമ്മെ പ്രാപ്തരാക്കുകയും. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. പലപ്പോഴും ഈ ഒരു അറിവിൽ നിങ്ങൾ വളരണം. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ തൊട്ടുമുള്ളത്തെ വാക്യം ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഇതേ വാക്യത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നോക്കിയേ. നിങ്ങൾക്ക് പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും തന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തിലുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പൊ ഇവിടെ കുഴപ്പം. പലപ്പോഴും ദൈവത്തിലുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ പൗരത്വം ലഭിച്ചിട്ട് ഇപ്പോഴും ഇന്ത്യയിൽ ജീവിക്കുന്നത് പോലെ ഇന്ത്യയിൽ സബോളയ്ക്ക് എത്ര വില കൂടി, ഇന്ത്യയിൽ സബോളയ്ക്കും ഇന്ത്യയിൽ തക്കാളിക്കും വില കൂടിയതോർത്ത് അമേരിക്കൻ പൗരത്വം കിട്ടിയ ആള് അവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ രാജ്യത്തിലുള്ള ബോധത്തിൽ വേണം ജീവിക്കാൻ. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇരുട്ടിന്റെ അധികാരത്തിന്റെ അകത്തല്ല. ഞാൻ പറഞ്ഞില്ല, പിശാചിന്റെ ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ വിശ്വസിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവൻ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, നിങ്ങളെ തകർക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ കേട്ടിരിക്കുന്ന ഒന്നാണ്, ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല. ഈ കൂടോത്രം ചെയ്യുന്ന ആൾക്കാർ അവര് ഈ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ചെയ്തയാളെ അറിയിക്കും. വല്ല വിധേനയും ഈ ചെയ്തയാളെ അറിയിക്കും. ചിലപ്പോൾ ആ വ്യക്തി നേരിട്ടായിരിക്കത്തില്ല, മറ്റാരെങ്കിലും പറഞ്ഞ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി കൂടോത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആ ചെയ്തിട്ടുള്ള ആളെ എന്ത് ചെയ്യും? അറിയിക്കും. എന്തിനാ അറിയിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടുത്തിയെങ്കിൽ മാത്രമേ പിശാചിന്റെ ആ ശക്തി ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. അപ്പൊ ഇവന്റെ ആയുധം ഭയപ്പെടുത്തി വിശ്വസിപ്പിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, ഭയപ്പെടുത്തി നിങ്ങളെ വിശ്വസിപ്പിക്കുക. അതായത് നിങ്ങൾക്കിത് ഫലിക്കണമെങ്കിൽ ഒന്ന് നിങ്ങൾ ഭയപ്പെടണം. ഈ ഭയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയത്തിലൂടെ അവനെ വിശ്വസിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ഭയപ്പെടുത്തുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഭയപ്പെടുത്തത്തിലൂടെ നിങ്ങൾ അതിനെ വിശ്വസിക്കും. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും നിങ്ങൾക്ക് പിശാചിനെ പറ്റി ഒരു ഭയമുണ്ടോ? പലപ്പോഴും ഞങ്ങളുടെ പലർക്കും പേടിയാ. സാത്താൻ ഞങ്ങളുടെ ഭാവി അടയ്ക്കും, പിശാച് ഞങ്ങളുടെ ജീവിതത്തെ കുട്ടിച്ചോറാക്കും, പിശാച് ഞങ്ങളുടെ തലമുറകളെ വഴിതെറ്റിക്കും, പിശാച് ഞങ്ങളുടെ കുടുംബജീവിതം എല്ലാവർക്കും പിശാചിനെ ഭയമാണ്. ഇതാണ് അവന്റെ ആയുധം. എന്തിനാ ഭയക്കുന്നത്? അവന്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഇരുട്ടിന്റെ അധികാരത്തിലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇരുട്ടിന്റെ ഇൻഫ്ലുവൻസിലൂടെ മാത്രമേ അവന് പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അവൻ നിങ്ങളെ, അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഈ ഇരുട്ടിന്റെ ഒരു അന്തരീക്ഷം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പകൽവെട്ടത്ത് നിൽക്കുന്ന അതേ സ്ഥലത്ത് അൻസുവേ, അപ്പൊ നമുക്ക് ഈ പകൽവെട്ടത്ത് നിൽക്കുന്ന അതേ സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഇരുട്ടത്ത് പോയി നിൽക്കാൻ ഭയമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തായിരിക്കാം, വീടിന്റെ അകത്ത് മുറിയായിരിക്കാം. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അതേ സ്ഥലത്ത് പോയി നിൽക്കാൻ കഴിയത്തില്ല. നമുക്ക് ഭയം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇരുട്ടിന്റെ ഒരു ഭയം. അതുകൊണ്ടാണ് ബൈബിളിൽ ഇരുട്ടിനെ പറ്റി പറയാൻ കാരണം. ഇരുട്ടിന്റെ അകത്തിന്റെ കാരണം വെച്ചാൽ അവ്യക്തതയാണ്. അവിടെ എന്തുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പൊ ഇതേപോലെ തന്നെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു. എങ്ങോട്ട്? വെളിച്ചത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരുന്നില്ല. അവിടെ വിഷയം. എന്തുകൊണ്ടാണ് എനിക്ക് വളർച്ച ഉണ്ടാകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുന്നില്ല. എന്നുകൊണ്ട് ഞാൻ പറയാം, ദൈവത്തിന്റെ ശക്തിയിലല്ല, ദൈവത്തിന്റെ പരിജ്ഞാനം. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് കൊരിന്ത്യ ലേഖനത്തിലേക്ക് പറയുമ്പോൾ ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്. അപ്പൊ ദൈവത്തെ പറ്റിയുള്ള അറിവിൽ നിങ്ങൾ വളരുമ്പോൾ, അതിന്റെ എന്താ ദൈവത്തെ പറ്റിയുള്ള അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട വ്യക്തി യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നുള്ള അറിവിൽ വളരണം. ഒന്ന്,
ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച്. ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് പറയുകയാണ് അയാൾ വലിയ കൂടോത്രക്കാരനാണെന്ന് പറയുമ്പോൾ ആ വ്യക്തിയിലൂടെ പിശാച് നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ആ വ്യക്തിയെ ഉപയോഗിച്ചു. അയ്യോ ബ്രദറെ, എൻ്റെ പെങ്ങളാ അത് വന്ന് പറഞ്ഞത്, എൻ്റെ കസിൻ സിസ്റ്ററാ വന്ന് പറഞ്ഞത് അയാൾ കൂടോത്രക്കാരനാണെന്ന്. ആയിക്കോട്ടെ, ആ കസിൻ സിസ്റ്ററുടെ അകത്തെ ആ ഹൃദയത്തെ കവർന്നെടുത്തിട്ട് നിങ്ങളെ എങ്ങനെയും ഭയപ്പെടുത്തണമല്ലോ. ആ ഭയപ്പെടുത്താൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നറിയാവോ, നിങ്ങളുടെ അടുക്ക് വന്നിട്ട് പറഞ്ഞു അയാൾ വലിയ കൂടോത്രക്ക. അപ്പൊ അയാൾ നോക്കുമ്പോൾ നമുക്കൊരു പേടി വന്നില്ലേ? ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭയപ്പെടുത്തുമ്പം നിങ്ങൾ പറയണം, എന്നെ പറയുന്നത് വെച്ചാൽ ഒറ്റ വാക്യം പറഞ്ഞു, ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ നേക്കത്തില്ല. ഞാൻ യേശു ക്രിസ്തുവിനിലൂടെ കാട്ടൊലിവായ എന്നെ ഇസ്രായേലാകുന്ന നാട്ടൊലിവിനോടുകൂടെ ദൈവം പറ്റിച്ചേർത്തു. ബൈബിൾ പറയുന്നു നിങ്ങളല്ലോ ദൈവത്തിന്റെ ഇസ്രായേൽ. കണ്ടോ? എന്നിട്ട് പറയണം, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എന്തുവാ തെളിവ്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. കൂടോത്രത്തെ വിശ്വസിച്ചാൽ കൂടോത്രം നിങ്ങളുടെ മേൽ ഫലിച്ചിരിക്കും. ദൈവത്തെ വിശ്വസിച്ചാൽ കൂടോത്രത്തിന്റെ ഒരു ശക്തിയും നിങ്ങളുടെ മേൽ ഫലിക്കത്തില്ല. ഇതാ വ്യത്യാസം. പലരുടെയും ജീവിതത്തിൽ ആഭിചാരങ്ങൾ ഫലിക്കുന്നതിന്റെ കാരണം അവർ ദൈവത്തെക്കാൾ വലുതായിട്ട് അതിനെ വിശ്വസിക്കുന്നു. ഞാൻ ഒത്തിരി വിശ്വാസികളുടെ തന്നെ എനിക്കറിയാം, ഒത്തിരി വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനിത് കണ്ടിട്ടുണ്ട്. പല വിശ്വാസികളും ഇതിനെ ഭയപ്പെടുന്നത് എനിക്കറിയാം. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ അവൾ വളരുന്നില്ല. ദൈവത്തെക്കാൾ വലിയതല്ല കൂടോത്രം. എന്നത് പറയാൻ കാരണം എന്ന് വെച്ച് നമുക്ക് മനസ്സിലാക്കി തരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, പത്രോസ് ലീഹായുടെ ലേഖനത്തിലേക്ക് ഇവിടെ നോക്കിയോ, 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പൊ അത്ഭുത പ്രകാശം എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വെളിച്ചത്തിന്റെ അധികാരത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാ. അപ്പൊ ദൈവം നമ്മളെ ഒരു ചൂസൺ ജനറേഷൻ എന്ന് പറഞ്ഞേക്കും, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറ. ജാതി എന്നല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറ, ഒരു ജനറേഷനാണ് നമ്മൾ. എന്തിനു വേണ്ടിയുള്ളത്? ദൈവത്തിന്റെ സൽഗുണങ്ങൾ. യഥാർത്ഥത്തിൽ സൽഗുണം എന്നവിടെ കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തെ വിളിച്ചു പറയണം. അപ്പൊ ഇരുട്ടിൻ്റെ അകത്തെ സ്വാധീനങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, തൊടാൻ കഴിയത്തില്ല. ബൈബിൾ പറയുന്നു നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. ഇതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നോക്കിയ സ്വന്തം ജനം. ഇത് ഇസ്രായേലിനെ പറ്റി പഴയ നിയമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണ്. നമ്മളെപ്പറ്റി പറയുകയാണ് സ്വന്തം ജനം. 10-ാം വാക്യത്തിൽ പറഞ്ഞത്, മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ഇനി നോക്കിക്കോണം, ഈ രാജകീയ പുരോഹിത വർഗം, ഞാനിത് രണ്ടായിട്ട് പറയുകയാണ്, രാജാവും പുരോഹിതനും. നിങ്ങൾ നോക്കിക്കോണം, നിങ്ങളെ 2 പൊസിഷൻ ദൈവം ചെയ്തിരിക്കുന്നു. ഒന്ന് രാജകീയ പൊസിഷൻ, 2 പൗരോഹിത്യ പൊസിഷൻ. അപ്പോൾ ഒരു വ്യക്തി വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മേൽ 2 അഭിഷേകങ്ങൾ പുറപ്പെട്ടു വരും. ഒന്നുകൂടെ ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ മേൽ 2 അഭിഷേകമുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ 2 അഭിഷേകം ഉണ്ടെന്ന് പറ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ 2 ആമേൻ. ഇത് രാജാവും പുരോഹിതനും ഒരിക്കലും ചേരാത്ത 2 ഘടകങ്ങൾ. ഒരിക്കലും ഒരു രാജാവിന് പുരോഹിതനാകാൻ കഴിയത്തില്ല, ഒരു പുരോഹിതന് ഒരിക്കലും രാജാവാകാൻ കഴിയത്തില്ല. ഒരിക്കലും നോക്കിയാൽ മതി, ലോകത്തിൽ ഒരിക്കലും രാജാവായിട്ടിരിക്കുന്ന ഒരാൾക്ക് പൗരോഹിത്യം ചെയ്യാൻ കഴിയത്തില്ല, പൗരോഹിത്യം ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും രാജാവാകാൻ കഴിയത്തില്ല. 2 ശുശ്രൂഷയാണ്, അല്ലേ? ഒരു രാജ്യം ഭരിക്കേണ്ട ആൾക്ക് രാവിലെ പോയിരുന്ന് പള്ളിയിൽ പോയിരുന്ന് വചനം പറഞ്ഞ് ജനത്തെ ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. ഇത് 2 വ്യത്യാസമാണ്. ഇനി പള്ളിയിൽ പൗരോഹിത്യം ചെയ്യുന്നയാൾക്ക് അവിടെ പോയിട്ട് രാജാവ് ചെയ്യുന്നത് പോലെ രാജ്യം ഭരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ബൈബിളിൽ നമുക്ക് 2 അഭിഷേകം കിട്ടി. ഒന്ന് രാജകീയ അഭിഷേകം. എന്താണ് ഈ രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ? ഡൊമിനേഷൻ പവറാണ്. അതായത് നിങ്ങൾക്ക് സകലത്തിന്റെ മീതെ വാഴുവാനുള്ള അധികാരമാണ് ഈ രാജകീയ അഭിഷേകം. രാജാവിന്റെ പ്രത്യേകത എന്തുവാ? നമ്മുടെ രാജാവും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മന്ത്രിസഭ എന്നുള്ള വ്യത്യാസം, മന്ത്രി എന്നുള്ളത് നമുക്കറിയാം ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ജനകീയമായ ഒരു പൊസിഷനാണ്, അല്ലേ? അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളുടെ പ്രതിനിധിയാണ് മന്ത്രി.
ഒരിക്കലും നമ്മുടെ മന്ത്രിമാര് നമ്മളെ യഥാർത്ഥത്തിൽ ഭരിക്കുവല്ല, നമ്മളെ സേവിക്കുക. എന്നാൽ രാജാവ് നേരെ തിരിച്ചാണ്. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജനങ്ങളെ സേവിക്കുകയല്ല, രാജാവ് രാജ്യം ഭരിക്കുകയാണ്. രാജാവ് പറയുന്നതാണ് രാജ്യത്തിലെ നിയമം. രാജാവ് തീരുമാനിക്കുന്നതാണ് ആ രാജ്യത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. രാജാവാണ്, അല്ല ജനങ്ങളല്ല. ഇപ്പൊ രാജാവ് പറയുകയാണ് ഇന്ന് മുതൽ ഈ സംഭവം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അല്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് എതിർക്കാനോ സമരം ചെയ്യാനോ അതിനെതിരെ പ്രക്ഷോഭം ചെയ്യാനോ കഴിയത്തില്ല. കാര്യം ഇത് രാജാവല്ല, ഇത് നമ്മുടെ നാട്ടിലെ മന്ത്രിസഭയല്ല, രാജകീയ ഭരണമാണ്. അപ്പം നിങ്ങളുടെ മേലിരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത സകലത്തിന്റെ മീതെ വാഴുവാൻ കഴിയും, വാഴ്ച നടത്തുവാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു വാക്യം എപ്പോഴും പറയത്തില്ല, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. അപ്പൊ ഇതാണ് രാജകീയ അഭിഷേകം. അത് പിശാചിനേക്കാൾ മീതെയാണ് ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. സകലത്തിന്റെ മീതെയാണ് ദൈവം നിങ്ങളെ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലെ പൗരത്വം കിട്ടിയ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് രാജാവായിട്ടാണ്. ശ്രദ്ധിച്ച്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പിശാചിനെ ഭയപ്പെടേണ്ട, അവനെ ഭരിക്കുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് മർക്കോസിന്റെ 16 പറഞ്ഞിരിക്കുന്നത് ഭൂതങ്ങളെ പുറത്താക്കുവാനും. നോക്കി, ഭൂതങ്ങളെ പുറത്താക്കുവാൻ യേശു നമുക്ക് അധികാരം തന്നു. അപ്പോൾ ഒരാളെ പുറത്താക്കണമെങ്കിൽ പവർ വേണം. പവർ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവന്റെ തന്ത്രം നിങ്ങൾ ഓർത്താൽ മതി. പല വിശ്വാസികളോടും ചോദിച്ചാൽ പറയും, ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, പിശാച് എന്നെ ഉയരാൻ സമ്മതിക്കുന്നില്ല. കാര്യം ഭയപ്പെടുത്തി നിങ്ങളെ അവൻ. നിങ്ങൾ രാജാവാണ്. ഈ രാജാവ് എന്ന് പറയുമ്പോഴേക്കും സഹോദരിമാർ ചിന്തിക്കരുത് ബ്രദറെ അത് ആണുങ്ങളെ പറ്റിയാണ്. അല്ല, ഈ രാജാവ് എന്ന് പറഞ്ഞൊരു പൊസിഷനാണ് ഞാൻ പറയുന്നത്. അതോറിറ്റിയെ കാണിക്കുന്നതാണ്, രാജകീയമായിട്ടുള്ള പവറിനെ കാണിക്കുന്നതാണ്. അപ്പൊ ഇവന് പിശാചിനെ പറ്റി ഒരു ഭയം നിങ്ങളുടെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് എന്തുകൊണ്ടാണ് ആഭിചാരം ഫലിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഭിചാരത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങളത് ഒരു ദിവസം ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ചുമ്മാ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ആ വാതുക്കെ പോയിട്ട് കസേര ഇട്ടിട്ട് ചുമ്മാ വന്നിരുന്ന് കണ്ണടച്ച് നോക്കിയേ. ദൈവത്തെക്കാൾ വലുതാണോ പിശാച്? ബൈബിളിനേക്കാൾ വലുതാണോ പിശാച്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആഭിചാര ശക്തി പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ ഭയപ്പെടുത്തി വിശ്വസിപ്പിക്കുക. ഒരു രാജാവായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഭയപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാജാവിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മളിതിൽ പേടിത്തൊണ്ടനായ രാജാവ് വല്ല പ്രയോജനമുണ്ടോ? രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധൈര്യശാലിയായിട്ടൊരു വ്യക്തി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് രാജകീയ അതുകൊണ്ടാണ് ഈ വചനമൊക്കെ ഈ പറയണമെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. ഈ വചനം പറയുമ്പോൾ നമുക്ക് ഭയങ്കര മടിയല്ലേ? വചനം പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴും പറഞ്ഞ പോലെ ഈ തത്ത പറയുന്നത് പോലെ വചനം പറയരുത്. നമ്മുടെ നാട്ടിലൊക്കെ തത്തേനെയും മനുവിനൊക്കെ നമ്മൾ പറയത്തില്ലേ, കാക്കയെ പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കത്തില്ലേ? അങ്ങനെ പറഞ്ഞ് വചനം പഠിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. വചനത്തിൽ എന്താണോ ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞു നോക്കി. ഒന്ന് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും നോക്കിയേ, ശത്രുവിന്റെ സകല ബലത്തെയും അപ്പം മുഴുവൻ ബലത്തെയും ചവിട്ടുവാൻ ക്രിസ്തുവേശുവിൽ എനിക്ക് അധികാരമുണ്ട്. അപ്പൊ ശത്രുവിന്റെ ബലം ആഭിചാരം, ശത്രുവിന്റെ ബലം ഇരുട്ടിന്റെ അധികാരം, ശത്രുവിന്റെ ബലങ്ങൾ ഒത്തിരിയുണ്ട്. രോഗം, ശാപം, ഇതൊക്കെ ശത്രുവിന്റെ ബലമാണെങ്കിൽ ഇതിനെ ചവിട്ടി മെതിക്കുവാൻ രാജകീയ അഭിഷേകമുള്ള എനിക്ക് അധികാരമുണ്ട്. ലൂക്കോസ് 10:19. തത്ത പറയുന്നത് പോലെ നമ്മൾ വചനം പറയാനെന്നറിയാവോ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സ്ഥലത്ത് പറഞ്ഞ് എനിക്ക് അധികാരമുണ്ട്, ഒന്നും ദോഷം പറ്റില്ല. ഇതിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് പ്രയോജനമില്ല. ഒന്ന് കണ്ണടച്ചിട്ട് അതൊന്ന് പയ്യെ അറിഞ്ഞിട്ടൊന്ന് പറഞ്ഞ്, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യത്തിൻ്റെ അകത്തൊരു ബോധം, സുബോധം എന്നൊക്കെ പറയും. അറിവിൻ്റെ അകത്തൊന്ന് പറഞ്ഞു നോക്കി, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. കാര്യം നിങ്ങൾ രാജാവാണ്. ഇനി എന്താണ് പുരോഹിതൻ എന്ന് പറഞ്ഞു തരാം. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നടുവിൽ നിൽക്കുന്ന മധ്യസ്ഥനാണ് പുരോഹിതൻ. ഇപ്പം ഞാൻ നിങ്ങളുടെ നടുവിലിരുന്നു കൊണ്ട് ഇന്ന് വചനം പറയുക, ദൈവം എന്നോട് പറയുന്ന പ്രവചന ആലോചനകളെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെയും നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്ററാണ് പുരോഹിതൻ. ഇതാണ് ശുശ്രൂഷകൻ എന്ന് പറയുന്നത്.
അപ്പൊ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നയാളാണ് പൗരോഹിത്യം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 2 അഭിഷേകമുണ്ട്. ഒന്ന് രാജകീയ അഭിഷേകം, നാളെ ഞാൻ ചോദിക്കും മറന്നുപോലെ, കീവേഡ് ചോദിക്കും മറന്നുപോലെ, രാജകീയ അഭിഷേകവും പൗരോഹിത്യ അഭിഷേകവും. ഇത് നിങ്ങൾ ചിന്തിക്കുക, അയ്യോ ബ്രദറെ ഞാൻ ഓർത്ത് പള്ളിയിലെ പുരോഹിതന് മാത്രമാണ് ഇതുള്ളത്. അല്ല, കർത്താവിൽ വിശ്വസിക്കുന്ന അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ ആ വാക്യം നോക്കി നിങ്ങളുടെ ബൈബിൾ തുറന്നേ. നിങ്ങളുടെ ബൈബിൾ തുറന്നിട്ട് പത്രോസ് ലീഹ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ബൈബിളിൽ. നിങ്ങളോ പള്ളിയിലെ പുരോഹിതൻ എന്നല്ല പറഞ്ഞേക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. എന്നാലും ബ്രദറെ ഞാൻ പഠിച്ചത് അങ്ങനെ അല്ലല്ലോ ബ്രദറിനറിയാവോ, ഞങ്ങളുടെ ഇടയിൽ എത്രയോ പിശാശുക്കൾ ഇങ്ങനെ വന്ന് പലതും, ഞാൻ പറഞ്ഞില്ലേ പിശാശ് കയറുന്നതിൻ്റെ കാരണം എവിടെയൊക്കെയോ രാജാവ് തൻ്റെ പൊസിഷൻ മറന്നിട്ട് രാജാവ് ഇപ്പോൾ സിംഹാസനത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ശത്രു നിങ്ങളെ ജയിക്കുന്നത്. ആമേൻ. അപ്പൊ തിരിച്ചറിഞ്ഞൊന്ന് ധൈര്യത്തോടെ നിൽക്കി. ഈ പിശാശ് എൻ്റെ കാൽച്ചുവട്ടിലാണ്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാൻ പറയുന്നതല്ല. ലൂക്കോസ് 10:19 പറയുന്നു, പാമ്പുകളെയും, എൻ്റെ കൂടെ വാക്യം ഒന്ന് ഉറക്കെ പറഞ്ഞ്, ആ പിശാചിന്റെ സകല പ്രവൃത്തി ഇന്ന് കുടുംബം വിട്ട് അഴിഞ്ഞു മാറാൻ വേണ്ടി പോവാ. ഉറക്കെ ഒന്ന് പറഞ്ഞു ആ വാക്യം. പാമ്പുകളെയും തേളുകളെയും അധികാരമുണ്ട്. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും ആമേൻ ആമേൻ ആമേൻ. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുന്നില്ല. പക്ഷെ ബ്രദറെ അങ്ങനെയല്ല ബ്രദറെ, എനിക്കറിയാം ബ്രദർ, എനിക്കെതിരെ ശരിക്കും കൂടോത്രം ചെയ്ത് എനിക്ക് തെളിവ് സഹിതം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ബ്രദറെ. ഞാൻ പറഞ്ഞ തെളിവ് സഹിതം കണ്ടുപിടിച്ചത് കയ്യിലോട്ട് എടുത്ത് വെച്ചാലും ഓടരെ പറയണമെന്നറിയാം. പേടിക്കണ്ട, നിങ്ങൾ ഉടനെ പറഞ്ഞാൽ മതി. കർത്താവിലുള്ള നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവകാശമാണ്. ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ പൗരത്വം കിട്ടിയ വ്യക്തി ഇന്ത്യയിലെ സബോളയ്ക്ക് വില കൂടുമ്പോൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി. ബൈബിൾ പറയുന്നു, ദൈവരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നിട്ട് ആഭിചാരക്കാരൻ കൊണ്ട് കൂടെ തന്നെ പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ ഒരു പരിപാടി എനിക്ക് ടേക്കത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ഇനി അവൻ മുട്ടയ്ക്കകത്ത് കൂടാത്തോടെ ചെയ്താലും അത് പുഴുങ്ങി തിന്നാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബൈബിളാ പറഞ്ഞത്, ഞാൻ പറയുന്നതല്ല കേട്ടോ. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. ഞാൻ പറയുന്നതല്ല, ലൂക്കോസ് 10:19 പറയുന്നു. എങ്കിലും ബ്രദറെ അങ്ങനെയല്ല, ഞങ്ങൾ പഠിച്ചത് അങ്ങനെയല്ല, ഞങ്ങളുടെ ഉപദേശിമാർ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. ഞങ്ങൾ തെളിവ് സഹിതം, അതെന്തുകൊണ്ടാണ് തെളിവ് സഹിതം കിട്ടുമെന്നറിയാവോ? ഈ അറിവിൽ വളരില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഈ വാക്യങ്ങൾ മുഴുവൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഞാൻ ബ്രദർ എവിടുന്നോ ഇങ്ങനെ കിട്ടിയ കുറേ അറിവ് പറയുവല്ല, ബൈബിൾ വ്യക്തമായി നമ്മോട് പറയുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. എന്താ രാജാവ്? ഇപ്പം നിങ്ങളെ പറയുകയാണ്, നിങ്ങളൊരു പടനായകൻ്റെ അഭിഷേകമാണെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഇവിടെ പറയുന്നത് രാജകീയ പൗരോഹിത്യ വർഗം. അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് പറയാൻ കാരണം. ആമേൻ. ഇത് പൗരോഹിത്യ അധികാരത്തെ കാണിക്കുന്നതാണ്. പൗരോഹിത്യ അധികാരം എൻ്റെ അർത്ഥം ഭൂമിയിലും സ്വർഗത്തിലും ഒരേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് പൗരോഹിത്യമുള്ള ആൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളോട് നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രവചന ആലോചനകളെ കർത്താവ് ചെയ്യാറുണ്ട്. ഇന്നാളൊരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിത് ഓർത്തിരിക്കാൻ കാരണം വേറൊന്നുമല്ല, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തലമുറയുമായി ബന്ധപ്പെട്ട് ജൂൺ മാസത്തിലോ മറ്റോ ജൂലൈ മാസത്തിലോ കർത്താവ് ഒരു സുഹൃത്ത് മുഖാന്തരം ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ളൊരു കണക്ഷനെ ദൈവം അവന് വേണ്ടി ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അത് കേൾക്കുന്ന എനിക്ക് വന്നത് മാർച്ചിലോ ഏപ്രിലോ എങ്ങാണ്ട് എനിക്ക് തോന്നുന്നത് ആ സഹോദരി ആലോചന കേട്ടത്. അപ്പോൾ അത് ജൂണിൽ നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നതായിട്ട് ദൈവം ആലോചന പറഞ്ഞതാ. എന്നാൽ ജൂൺ മാസത്തിൽ യാദൃശികമായിട്ടൊരു സുഹൃത്ത് വരികയും ആ സുഹൃത്ത് ഒരു സാധ്യതയില്ല, ആ സുഹൃത്ത് വരികയും പെട്ടെന്ന് പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്,
മിഡിൽ ഈസ്റ്റിൽ എന്തോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഉടനെ നീ ആ സംഭവം അപ്ലൈ ചെയ്തു. ജൂൺ മാസത്തിൽ അതിൻ്റെ പേപ്പറുകൾ നിങ്ങളുടെ ആ കുടുംബത്തിൽ വരുവാൻ ഇടയാത്തുന്നു. ആ മകൻ ആ നന്മ അനുഭവിച്ചു. എത്ര പേര് ആ സാക്ഷി ഓർക്കുന്നുണ്ട്? എത്ര പേരത് ഓർക്കുന്നുണ്ട്? ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്നാലോചിച്ച് നോക്കി, മാർച്ചിലോ ഏപ്രിലോ എന്തോ നടന്ന ആലോചനയാണ്. അത് കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതെനിക്കൊന്നും ആ ഒരു ഗ്യാപ്പില്ല. ജൂൺ മാസം നടന്നിട്ടില്ല. അപ്പോൾ ജൂണിൽ നടക്കാൻ പോകുന്നു 2 or 3 അല്ലെങ്കിൽ 1 or 2 മാസത്തിന് ശേഷം ആ സുഹൃത്ത് നാട്ടിൽ വരണം. അവൻ വരുമെന്നോ അവനുമായിട്ട് ആ സഹോദരി പറഞ്ഞ് ഇപ്പോഴും പോകുന്നുണ്ട്. സാക്ഷ്യത്തിൽ കുറേ നാളായിട്ടൊരു ബന്ധമില്ലായിരുന്നു ആ കൂട്ടുകാരനുമായിട്ട്. അപ്പോൾ അവൻ നാട്ടിൽ വന്നിട്ടില്ല, ഇവർ പരിചയം പുതുക്കിയിട്ടില്ല, ഇങ്ങനെ ഒരു സുഹൃത്തിനെ പറ്റിയുള്ള ചിന്തയിലേക്ക് അവർ പോകുന്നു പോലുമില്ല. പക്ഷേ ദൈവാത്മാവ്, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലുള്ള മനുഷ്യനോട് ഒരു മീഡിയേറ്റർ മുഖാന്തരം ഒരു പൗരോഹിത്യം, അല്ലെങ്കിൽ അതാണ് പൗരോഹിത്യ അഭിഷേകത്തെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മീഡിയേറ്റർ മുഖാന്തരം പ്രവചിക്കുകയാണ്, വരാൻ പോകുന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് മീഡിയേറ്റർ. ദൈവത്തെ മനുഷ്യനെ നടുവിൽ നിൽക്കുന്നയാൾ. എന്നാലോചിച്ച് നോക്കി, ഇത് വലിയ പദവിയാണ്. ഈ 2 പവറും നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. 2 ശുശ്രൂഷ എല്ലാ വിശ്വാസിക്കും ഉണ്ട്. അത് പ്രത്യേകിച്ച് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമുള്ളവരല്ലത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ട്. നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, എല്ലാവർക്കും ഈ കഴിവ് കൃപയും ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഇതിലെ നമ്മൾ വളർത്തുവാനുള്ള അന്തരീക്ഷം നമ്മൾക്കില്ലാതെ പോയി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും വിടുതൽ ക്രിസ്ത്യാനികളായിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെയും ഒരു വിടുതൽ കിട്ടിയാൽ മതി. പക്ഷേ നിങ്ങളുടെ വിടുതൽ മാത്രം എല്ലാ ദിവസവും ആ കർത്താവിൽ വളരുവാനുള്ള അടിസ്ഥാനങ്ങൾ ബൈബിളിലുണ്ട്. ആമേൻ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിലുള്ള ഒരു വ്യക്തി, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ പറയുകയാണ്, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നിങ്ങൾ. എൻ്റെ അർത്ഥം ജാതിയല്ല, ജനറേഷനാണ് കേട്ടോ. ചൂസൺ ജനറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യു ആർ ദ ചൂസൺ ജനറേഷൻ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു തലമുറ. ആമേൻ. അപ്പോൾ ഇനി മറന്നുപോകല്, രാജകീയ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വചനം പറയുമ്പോൾ പിശാച്, ഒന്നാലോചിച്ച് നോക്കിയേ, നിങ്ങളെക്കാളും 1000കണക്കിന് വയസ്സ് പ്രായമുണ്ട് പിശാചിന്. നമുക്ക് എന്നാ പ്രായമുണ്ട്? കൂടിപ്പോയി കഴിഞ്ഞാൽ 200 വയസ്സുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടായ്മയിലുണ്ടോ? ഇല്ല. അബ്രഹാമിൻ്റെ പ്രായമുള്ള ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ആദത്തിൻ്റെ വയസ്സുള്ള ആരും നമ്മുടെ കൂട്ടത്തിലില്ല. നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 100 വയസ്സ്, 150 വയസ്സ്, അതിൽ കൂടുതൽ നമുക്കുണ്ടോ? ഇല്ല. പിശാചിന് നമ്മളെക്കാളും പ്രായമുണ്ട്. 1000കണക്കിന് വർഷം അവന് വയസ്സുണ്ട്. പക്ഷെ വയസ്സനായ എക്സ്പീരിയൻസ് ഉള്ള പിശാച് നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നതിൻ്റെ കാരണം, അവനെ ചവിട്ടി മെതിക്കുവാൻ പറ്റുന്നതിൻ്റെ കാരണം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് രാജകീയ അഭിഷേകം കിട്ടിയത് കൊണ്ടാണ്. അല്ല നിങ്ങൾ ഇന്ന് അയ്യോ ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുത്ത ഒന്നുമല്ല. നിങ്ങളുടെ മേൽ രാജകീയ അഭിഷേകം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത്? നിങ്ങൾ പറയുമ്പോൾ, വചനം പറയുമ്പോൾ പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ വചനം പറയത്തില്ല. നമ്മൾ പറഞ്ഞു വന്നറിയോ, ആരോ എനിക്കിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും തോറും പിശാച് പറയും ഞാൻ തന്നെയാണ് ചെയ്തത്, നീ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. പിന്നെയും പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആരോ എനിക്കിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി പറയണം, ഇനി നീ എന്നാ പരിപാടി ചെയ്താലും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ രാജകീയ അഭിഷേകം എനിക്കുണ്ട്. ഇനി 2, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവവുമായിട്ടുള്ള കണക്ഷൻ എനിക്കുണ്ട്. ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും എന്നെ തൊടാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് പൗരോഹിത്യ അഭിഷേകമുണ്ട്. ഇത് 2ഉം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം? വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും പറയരുത്, എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ആരോട് ആ പുള്ളി ഭയങ്കര വലിയ കൂടോത്രക്കാരനാ, ആ പുള്ളിക്കാർ വലിയ കൂടോത്രക്കാർ, ഈ ഉടനെ ഞെട്ടി. പിന്നെ ആ പേടിച്ചാ ജീവിക്കുന്നത്. എൻ്റെ പൊന്നു പ്രിയരെ, രാജാവാണ് നിങ്ങൾ. രാജകീയ അഭിഷേകമാണ്, പൗരോഹിത്യ അഭിഷേകമാണ്. പറഞ്ഞാൽ സംഭവിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഒരു ശതാധിപൻ വന്നിട്ട് പറയുന്നൊരു വാക്ക് യേശു എടുത്തു പറയുന്നുണ്ട്. ഏതെന്നറിയാവോ? ആ വ്യക്തി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാനും അധികാരത്തിൻ്റെ കീഴെ ഉള്ള മനുഷ്യൻ, ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും, നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും, വരിക എന്ന് പറഞ്ഞാൽ വരും. ഞാൻ 100 പേർക്ക്, ശതാധിപൻ എന്ന് പറഞ്ഞ 100 പേർക്ക് അധിപതിയാണ് ഞാൻ.
അതുകൊണ്ട് യേശുവിനോട് പറയാം, കർത്താവ് നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. ഉടനെ യേശു പറഞ്ഞറിയാവോ, ഇത്രയും വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. അപ്പം നമ്മളോർക്കും അദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ടിട്ടാണ് യേശു അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അല്ല, യഥാർത്ഥത്തിൽ അയാൾക്ക് തിരിച്ചറിവുണ്ടായി, അധികാരം എന്താണെന്നുള്ളത് മനസ്സിലായി. പറഞ്ഞാൽ സംഭവിക്കും, പറഞ്ഞാൽ പിശാച് കേൾക്കും. നിങ്ങൾ പറഞ്ഞ പിന്നെ നീ പറഞ്ഞ ഞാൻ കേൾക്കാൻ പോവല്ലേ. പിശാചിന് നിങ്ങളുടെ വാക്കിനെ റിജക്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല, നെഗ്ലക്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. കാര്യം നിങ്ങളുടെ മേൽ രാജകീയ അഭിഷേകമുള്ളത് കൊണ്ട് അവൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. പിശാച് പറയാ, നമുക്കറിയാം സ്കേവയുടെ 7 മക്കള് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പോ പിശാച് എന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? പിശാച് അവരുടെ മേൽ ചാടി വീണു, അവരുടെ വസ്ത്രം കീറി, അവരെ മുറിവേറ്റു, നഗ്നരാക്കി വിട്ടു. അപ്പം നിങ്ങൾ ഇരിക്കത്തില്ല, അവൻ എന്താ സംഭവിച്ചത്? അവർക്ക് യേശുവിനെ രക്ഷിക്കപ്പെട്ടവരല്ല അവരെ തൊട്ടുമുടുത്ത വാക്യത്തിൽ പറയുന്നു, കാര്യം മഹാപുരോഹിതന്റെ മക്കളാണെങ്കിൽ പോലും അവർ മന്ത്രവാദം ചെയ്യുന്നവരാണ്, മന്ത്രവാദം ചെയ്ത് അവരെന്ത് ചെയ്തു? അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി യേശുവിന്റെ പേര് ഉപയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചത്? പൗലോസ് പ്രസംഗിക്കുന്ന യേശു. ഉടനെ പിശാച് പറയാ, എനിക്ക് പൗലോസിനെ അറിയാം, എനിക്ക് യേശുവിനെ അറിയാം. കണ്ടോ, അപ്പൊ രക്ഷിക്കപ്പെട്ടവരെ പിശാചിനെ അറിയാം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിശാചിനെ നല്ലപോലെ അറിയാമെന്ന് പറ. അധികാരമുള്ളവനെ. ഇനി രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിശാച് ചോദിക്കും, നീ ആരാന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ വലിയ പദവിയാ, മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിശാച് പറഞ്ഞു, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നീ ആരാ? കണ്ടോ, പൗലോസ് പറഞ്ഞ ഞാൻ ഇപ്പോൾ അനുസരിക്കും, നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കത്തില്ല. കാരണം നിനക്ക് അധികാരമില്ല. രാജകീയ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ പറഞ്ഞ പിശാച് അനുസരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞേക്കുന്നത്, ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. കണ്ടോ, ഇതാണ് രാജകീയ അധികാരം. ഇതും വെച്ചോണ്ട് നിങ്ങളൊരു പേടിത്തൊണ്ടനെ പോലെ കഴിയുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നം. അതുകൊണ്ട് വീടിൻ്റെ അകത്തിന് പറയരുതേ, കൂടോത്രമൊന്നും ചിലർക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ പറയാൻ വേണ്ടി. കൂടോത്രം എന്നൊക്കെ പറഞ്ഞാൽ നല്ലത് കുറച്ചൊരു അധികാരമൊക്കെ ഒന്ന് ഉപയോഗിക്കും. ഒരിക്കലും ഒരു രാജാവ് ഒരിക്കലും അയൽ രാജ്യത്തിൻ്റെ ശക്തിയെപ്പറ്റി വർണ്ണിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിങ്ങൾ പഴയ ചരിത്രം നോക്കിയാൽ ഒരു രാജാവും അയൽ രാജ്യത്തെ ശക്തിയെപ്പറ്റി പുകഴ്ത്താറില്ല. അവൻ തൻ്റെ രാജ്യത്തെപ്പറ്റി എപ്പോഴും വറീഡായിരിക്കും. എപ്പോഴും ആ രാജ്യത്തെപ്പറ്റി ഒരു ബോധത്തിൽ നടക്കുന്നവനായിരിക്കും. ആ രാജ്യത്തെപ്പറ്റിയുള്ള അറിവിലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലായിരിക്കും അവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ച പിശാചിൻ്റെ രാജ്യം എങ്ങനെ ഇരിക്കും? എനിക്കറിയത്തില്ല. ദൈവരാജ്യം എങ്ങനെ ഇരിക്കും? അതാ എൻ്റെ വിഷയം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെ സ്വന്തം കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൈയെടുത്ത് പ്രാർത്ഥിച്ച്, കർത്താവെ, അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ് ആ രോഗശക്തിയോട് പറ, നിനക്ക് എൻ്റെ മേലെ അവകാശമില്ലെന്ന് പറ. പിശാച് അനുസരിക്കാൻ വേണ്ടി പോവുക, ആ രോഗം അനുസരിക്കാൻ വേണ്ടി പോവുക. ഇപ്പം തന്നെ വേദന വിട്ട് മാറുകയാണ്. ആ ബ്ലഡിലെ എല്ലാ കൗണ്ടുകളും, ഷുഗറും പ്രഷറും ക്യാൻസറും ട്യൂമറും അസ്ഥി വിഷയം എന്തും ആയിക്കോട്ടെ, ഒന്ന് കൽപ്പിച്ച് ഒന്ന് പറ, യേശുവിൽ എനിക്ക് അധികാരമുണ്ടെന്ന് പറ. ഞാൻ പറഞ്ഞ രോഗം അനുസരിക്കുമെന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞ രോഗം സൗഖ്യമാകുമെന്ന് പറ, ഞാൻ പറഞ്ഞാൽ അത്ഭുതം നടക്കും. ഞാൻ എന്ന് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ ഞാനല്ല കേട്ടോ, യേശുവിലുള്ള ഞാൻ. അപ്പോൾ നിങ്ങൾ തെറ്റെങ്കിലും ബ്രദറെ, ഞാനെന്ന് പറഞ്ഞാൽ അഹങ്കാരം അല്ല. ക്രിസ്തു യേശുവിലുള്ള എനിക്കുള്ള അവകാശങ്ങളാണ് അതൊക്കെ. എൻ്റെ അവകാശങ്ങളാണ് സൗഖ്യം, എൻ്റെ അവകാശമാണ് അത്ഭുതം, എൻ്റെ അവകാശമാണ് ഉയർച്ച, എൻ്റെ അവകാശമാണ് സമാധാനം, എൻ്റെ അവകാശമാണ് സന്തോഷം, എൻ്റെ അവകാശമാണ് ദാരിദ്ര്യമല്ല സമ്പന്നത, എൻ്റെ അവകാശമാണ് നന്മ, എൻ്റെ അവകാശമാണ് തലമുറകളുടെ നന്മ. യേശുവേ, നന്ദി കർത്താവേ. എല്ലാവരും ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നോട് കർത്താവ് ഒരു ലോറൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് ഒരു വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. ലോറൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ ചെയ്യുവാൻ വേണ്ടി പോകണമെന്ന്. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോവാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ
ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് പറയാനുള്ളെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. പറയാനുള്ളവർ ആലോചന നിങ്ങളുമായിട്ട് അടയാളം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രതികരിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഇത് സൂമും ഒരുമിച്ച് നമ്മൾ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂമിൽ മാത്രമല്ല, ഈ 500 പേര് മാത്രമല്ല, ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവരുണ്ട്. ഞാൻ എല്ലാവരും ഒരുമിച്ചാണ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ കർത്താവ് ഇടപെടുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ ദൈവിക ആലോചന നിങ്ങളുമാണെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞാൻ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പെൺ തലമുറയുള്ള വ്യക്തിയാണ്, കുടുംബമാണിത്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ആ ദൈവപ്രവൃത്തിയെ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ വിടുതല കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് കർത്താവേ, അങ്ങയുടെ കൃപ നിറയുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നു, വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുകയും വയറിൻ്റെ അവിടെ ഒരു സർജറി കഴിഞ്ഞിട്ട്, വയറിൻ്റെ ഇടതുവശത്തായിട്ടൊരു സർജറി കഴിഞ്ഞിട്ട്, ആ സർജറി കഴിഞ്ഞ വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയെ കർത്താവിനോട് എടുത്ത് കാണിക്കുന്നു. ഭയങ്കര ഒരു ഭയം ആ വ്യക്തിയുടെ മനസ്സിലും ശരീരത്തിലും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര ഭയമാണ്. എന്നാലും കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങളെ ഇന്ന് സഹായിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അതാരാണോ ആ വ്യക്തി, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ആ വ്യക്തിയെ സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഭയപ്പെടേണ്ട, കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ്, ഞങ്ങളുടെ വലിയ കൃപ ഇന്നവിടെ ചെയ്യുന്നല്ലോ, വലിയ കൃപ ഇന്നവിടെ ചെയ്യുന്നല്ലോ. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നവിടെ ചെയ്യുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു മൈക്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് വരുന്നു. മൈക്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ഇന്ന് കർത്താവ് തൊടുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ മൈക്കിളിൻ്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ ഞാനത് ഒരു കാഴ്ച കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ആ സ്ഥലത്തിൻ്റെ അകത്ത് കുറേ നാളുകളായിട്ട്, അതായത് ഒരു 6 വർഷമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ ഒരു ഫലം കാണാതിരിക്കുന്നൊരു ഭവനമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. വലിയൊരു വിശാലത സ്വർഗത്തിലെ ദൈവം തുറക്കുകയാണ്. ആ ഭവനത്തെ ദൈവം തൊടുവാണ് സഹോദരൻ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് 6 വർഷമായിട്ട് ഒന്നും സംഭവിക്കാതെ, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഓടിയിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് മുതൽ ആ വിഷയത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ ഇന്ന് കർത്താവ് ചെയ്യുന്നല്ലോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള. ഞാനൊരു ഈ വൈൻ റെഡ് കളറിലെ ഒരു ചെറിയൊരു പ്രതിമ, ഒരു ഡോള്, ഒരു ചെറിയൊരു പ്രതിമ പോലത്തെ ഒരു സംഭവം ഈ ഷെൽഫിൻ്റെ അകത്ത് വെക്കാതെ ഷെൽഫിൻ്റെ തട്ടിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെൽഫിൻ്റെ മുകളിലത്തെ തട്ടിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഡോള്, ഈ ഒരു പ്രതിമ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു വൈൻ റെഡ് കളറിലെ ഒരു പ്രതിമയാണ് അതിരിക്കുന്നത്. ഞാൻ ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കാണുന്ന ഒരു അടയാളമുള്ള ഒരു ഭവനത്തെ എവിടെ സിസ്റ്റർ? അത് എന്റെ വീട്ടില ഈ ഇപ്പൊ പറഞ്ഞ പോലെ സാധനം ഇരിക്കുന്നല്ലേ സിസ്റ്റർ? കർത്താവ് ഇന്ന് അനുഗ്രഹിക്കുന്നതിന് പറഞ്ഞ വലിയൊരു വഴിത്തിരിവ് ഇന്ന് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നോട് കർത്താവിനൊരു വാക്ക് പറയുകയാണിത്. ഏപ്രിൽ മാസം കർത്താവ് എന്നെ എടുത്തു കാണിക്കുക സിസ്റ്റർ. ഏപ്രിൽ മാസം എന്നൊരു മാസം കർത്താവ് എന്നെ എടുത്തു കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ ഏപ്രിൽ മോൻ്റെ ബർത്ത്ഡേയാ. ഇന്ന് കർത്താവ് ആ മകനെ ദൈവം തൊടുക കേട്ടോ.
എനിക്ക് അത് കാണിച്ച ഉടനെ കർത്താവ് ഏപ്രിൽ മാസം എന്നെ എടുത്ത് കാണിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇത് റിസീവ് ചെയ്തു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവ് തൊടുക. നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് ഇപ്പോൾ സിസ്റ്റർമാരും പറഞ്ഞില്ലേ, അതിരിക്കുന്ന കാര്യം നിങ്ങളുടെ വീട്ടിലെ പേഴ്സണൽ കാര്യമാണ്. 2 ആ ഡേറ്റിൽ ജനിച്ച ആളെ കർത്താവ് തൊടാൻ വേണ്ടി പോയി. ഇതാണ് ദൈവത്തിൻ്റെ ആലോചന, ഇതാണ് പൗരോഹിത്യ അഭിഷേകം. ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയെ കൈമാറുവാൻ ഇതെനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ കൃപ, ഈ അഭിഷേകം. നമ്മൾ ഉപയോഗിക്കാഞ്ഞിട്ടാണ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാലേലൂയ, ഹാലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാനൊരു വീടിൻ്റെ അകത്തൊരു വാക്യം, ബൈബിളിലൊരു വാക്യം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന ഒരു ചെറിയ സ്റ്റിക്കറല്ല, ഇതാ എന്ന വാക്യം, ഇതാ എന്ന് തുടങ്ങുന്ന ബൈബിളിലെ ഒരു വാക്യം ആരംഭിക്കുന്ന ഒരു ചിത്രം ഒരു വീടിൻ്റെ അകത്ത് കാണുന്നു. അതിൽ ഇതാ എന്ന് തുടങ്ങുന്ന അക്ഷരത്തിൽ ആദ്യം തുടങ്ങുന്ന വാക്കാണ്. ആ ഒരു ബൈബിൾ വേർഡ്സ് ഉള്ള ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ആ വാക്യം പോലെ തന്നെ ആരാണോ ആ വാക്യമുള്ള ഭവനം, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വചനത്തെ ഒന്ന് നോക്കി അതൊന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം തന്നെ ഒന്ന് വായിച്ച് കർത്താവിൻ്റെ വലിയ എന്നെ എഴുതിയേക്കുന്നത് എന്ന് വായിച്ച് ഒന്ന് ഉറക്കെ വായിച്ച്. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും ആമേൻ. അതൊന്ന് എത്ര പേര് ആലോചന കേട്ടായിരുന്നു. ഇന്നിപ്പം തന്നെ ആ വചനത്തെ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് കൈവെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈവച്ച്, സിസ്റ്ററെ ആ വചനത്തെ ഒന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ കൈവച്ച് ഇപ്പം തന്നെ ഒരു വാതിൽ തുറക്കാൻ വേണ്ടി പോവാ. ഞാൻ ആ വാക്യത്തിൻ്റെ ആദ്യം എന്നെ കർത്താവ് കാണിച്ചിട്ട് ആ വചനം ഒന്ന് കൈവച്ച് അല്ലെങ്കിൽ നോക്കി ഒന്ന് വായിച്ചാൽ മതി. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, വെളിപ്പാടിലെ ആ വാക്യം, ഇതാ ഞാൻ പുതിയ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇതാ വാതിൽ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. ആള് ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വാക്ക് പറയുന്നത്, ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഭവനത്തിലോട്ട് ഈ ഒരു വാക്യത്തിൻ്റെ ശക്തിയാൽ ഒരു വാർത്ത പറയാൻ വേണ്ടി, ഒരു അനുഗ്രഹത്തിൻ്റെ വാർത്ത പറയാൻ വേണ്ടി കർത്താവ് ഇന്ന് കയറ്റാൻ വേണ്ടി പോകുന്നു എന്നൊരു വാക്കുകൊണ്ട് പറയുന്നു. കേൾക്കുന്നുണ്ട്. ഇപ്പൊ ബിജുവായിട്ട് അങ്ങനെ വല്ല ബന്ധമുണ്ട്? ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ ആ പേര് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നോട് ആ പറഞ്ഞയാള് ബിജു എന്നൊരാള് വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്നോട്ട് എന്നെ കാണിക്കുന്നു. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഒരു വാർത്ത പറയാൻ വേണ്ടി നിങ്ങളുടെ ഭവനത്തിലോട്ട് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ സാക്ഷ്യമായിട്ട് ഇന്ന് തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടോ? ഇല്ലെങ്കിൽ അത് നോട്ട് ചെയ്തത്. ഇപ്പം അങ്ങനത്തെ വല്ല വ്യക്തി ഉണ്ടോ അറിയാം? ഒരു മിനിറ്റ്, ഞാൻ ആ വ്യക്തിയോടെ ചോദിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ ആ വ്യക്തിയോടാണ് ഇപ്പൊ സംസാരിച്ചത്. ബിജു ഒരു മിനിറ്റ്, ഞാൻ ആ സഹോദരൻ ഒരു സെക്കൻഡ്. ഞാനിപ്പോൾ നമ്മൾ ആ വചനം പറഞ്ഞ ആ വ്യക്തിയോടാണ് കർത്താവിൻ്റെ ആലോചന സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ്. ആ സഹോദരി ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആളെന്ന് പറഞ്ഞത്, ചർച്ചിലുള്ള. അപ്പോൾ ആ വ്യക്തി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തിൻ്റെ വാർത്തയ്ക്കായിട്ട്, അതായത് ഇതാ ഞാനൊരു വാതിൽ തുറക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഉറപ്പിനായിട്ട് ആ വ്യക്തി മുഖാന്തരം ഒരു വാതിലിനെ, ആ വ്യക്തിയല്ല അനുഗ്രഹം, ആ വ്യക്തിയിലൂടെ ദൈവം നിങ്ങൾക്കൊരു നന്മയുടെ വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നോട്ട് ചെയ്താട്ടെ. കർത്താവ്, ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞാനത് ആലോചന നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അത് ചാടി പിടിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ തമ്പുരാനെ ഇന്ന് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഓരോ വ്യക്തികളെയും ഇന്ന് സ്പർശിക്കുന്നു. ഈ സമയത്ത് തന്നെ കാണുന്നൊരു കാഴ്ച, ചില സമയത്ത് കാലിൻ്റെ നടക്കുന്ന സമയത്ത് കാലിങ്ങനെ ബലക്കുറവും മടിച്ചിലും പോലെ വരുന്ന ഒരു വ്യക്തിയുടെ കാലുകളുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം, ചാടിക്കോണം, തുള്ളിക്കോണം. ദൈവത്തെ തുള്ളി ചാടി ആരാധിച്ചോൺ തമ്പുരാൻ കൃപ തരികയാണ്. ഹോഷ് അംധിരിയാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ സൗഖ്യം ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. ആ രോഗങ്ങൾ വിട്ടുമാറുകയാണ്, രോഗശക്തികൾ വിട്ടുമാറുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വീടിൻ്റെ അകത്തെ ഒരു ഷെൽഫിൻ്റെ അകത്ത് മഹാസമ്മേളനം എന്ന് പറയുന്ന ഒരു 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 ടാഗ്, അതായത് ഒരു സമ്മേളനത്തിൻ്റെ ഒരു ടാഗ്, ഒരു വയലറ്റ് കളറ് അതിൻ്റെ അകത്തുണ്ട്. വയലറ്റ് കളറ് ആ പ്രിൻറ്റിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഈ ഒരു ടാഗയിൽ, അതായത് ഒരു ചെറിയ മഹാസമ്മേളനം എന്നെന്തോ എഴുതിയേക്കുന്ന ചെറിയൊരു ടാഗാണത്. നോട്ടീസല്ല, ഒരു ടാഗാണ്. ആ ടാഗിൽ വയലറ്റ് കളറിൽ അതിനകത്ത് ഡിസൈൻ അതിൻ്റെ അകത്തുണ്ട്. ആ കാണുന്നൊരു കാഴ്ചയിൽ ആ ഒരു വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച കാര്യത്തിൻ്റെ അകത്ത് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതൊക്കെ നടക്കുമെന്നൊരു സംശയമാണ്. പക്ഷേ ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മോളുടെ കാര്യമാണത്. അതെ അതെ, ഓ സ്വത്രം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാ ഞാനും. അത് പഠിച്ചിട്ട് അതിന്റെ ഇതുവരെ കിട്ടിയിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഒരു സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് അതിനെ വഴിത്തിരിവുകൾ, ഇന്ന് നന്മ തുറക്കുക. യേശു തന്ന അധികാരത്തിന് മേൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുമ്പോൾ പൗരോഹിത്യ അഭിഷേകത്തിലൂടെ നിങ്ങളോട് ഞാനിത് ഇന്ന് നമ്മളിത് കേട്ടതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പൗരോഹിത്യ അഭിഷേകമെന്നും രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പ്രവൃത്തികളെ കുടുംബത്തിൽ നിന്ന് അഴിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കാണുന്നൊരു കാഴ്ച 18 സെൻറ്റ് സ്ഥലം, ആ സ്ഥലത്തിൻ്റെ മേൽ ഞാനത് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു സ്ഥലത്തിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അയക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ആ സ്ഥല സംബന്ധമായിട്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ ശക്തി ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മേരി എന്നൊരു പേര് ആ സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കും. 18 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് മേരി എന്നൊരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേലുള്ള യേശുവിൻ്റെ നാമത്തിൽ സകല അവകാശവാദങ്ങളെയും ഇന്ന് പൊട്ടി മാറട്ടെ. അത് നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ സ്ഥല സംബന്ധമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ കയറിക്കൂടിയ കുരുക്കുകളെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ ഉണ്ടാകുന്നല്ലോ. നിങ്ങൾ സംസാരിക്കാൻ അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവരെല്ലാം പറയാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യുക. യേശുവിൻ്റെ പറഞ്ഞോ. പാർശ്വതിപ്പാനെ പറഞ്ഞല്ലേ കാലുകൊണ്ട് നടക്കുമ്പോ കാലിന് വേദനകളെന്ന് പറഞ്ഞത് അത് ഞാനാണ്. അത് ഏറ്റെടുത്ത സർജറി ചെയ്തിട്ട് ഇങ്ങനെ നീര് വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രാർത്ഥിക്കുമ്പോ വേദന കുറവുണ്ട്, തന്നെ വേദന കൂടിക്കൊണ്ടിരിക്കുന്നു. അത് കൂടണ്ട. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ സൗഖ്യം എൻ്റെ അവകാശമാണ്, കുറവല്ല നമുക്ക് വേണ്ടത്, പൂർണ്ണ സൗഖ്യമാണ്. ആ പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞോണം. എൻ്റെ അവകാശം യേശുവിൽ പൂർണ്ണ സൗഖ്യം, അത് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സ്ഥലവും സംബന്ധമായിട്ടുള്ള വിഷയമുള്ളത് ഞാൻ കാണിക്കുന്ന മേരി എന്നുള്ള പേരാണ്. ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണിക്കുന്നത്. ആ ഒരു കുടുംബം ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട പേര് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പറഞ്ഞു. ബ്രദറെ, കുറച്ചു മുമ്പ് 6 വർഷമായിട്ട് ഒരു അനുഭവം ഇല്ലാതെ ഇരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞായിരുന്നു. 6 വർഷമായിട്ട് അത് എന്റെ മകന്റെ വിസ കിട്ടാൻ അവൻ കാനഡയിൽ പോയിട്ട് 6 വർഷമായി. ഇതുവരെ ഒന്നും ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. പറഞ്ഞായിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്നുണ്ട്. 6 വർഷമായി അവിടെ ആയിട്ട്. ഇന്ന് അത്ഭുതം യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ഇന്നൊരു അത്ഭുതമാണെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. കർത്താവ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഓരോ ഭവനത്തിൻ്റെ മേലെ അങ്ങ് തൊടുന്നല്ലോ. അപ്പം കർത്താവ് ഇന്ന് ഞങ്ങളിത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ തന്നെ പറഞ്ഞോ പാസ്റ്റർ. ഇപ്പോൾ പറഞ്ഞില്ലേ കാലിന്റെ മുട്ട് തൊട്ട് താഴോട്ട് ഇങ്ങനെ വേദനയുള്ള ഒരാളിനെ ഇപ്പൊ യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നെന്ന്. ഇപ്പൊ എനിക്ക് രാവിലെ തൊട്ട് എന്റെ കാലിന് ഭയങ്കര
കുറെ നാളായിട്ടുള്ള ഒരു 5-6 വർഷമായിട്ടുള്ള ഒരു വേദനയായിരുന്നു. തണുപ്പാകുമ്പോഴത്തേക്കും എന്റെ കാലിന് ഭയങ്കരമായിട്ട് വേദന കൂടുമായിരുന്നു. ഇന്ന് എനിക്ക് പകൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദനയായിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞോണ്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വേദന എടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാലിന് ഒരു വേദനയും ഇല്ലാതായി. ഞാനത് മുട്ടുകുത്തി നോക്കി, കാല് മടക്കി ഇരുന്ന് നോക്കി, എനിക്ക് കുറവായി, പൂർണ്ണ സൗഖ്യമായി. ഓ, ഇത് വലിയൊരു അത്ഭുതം കേട്ടോ. ഇന്ന് ആ സിസ്റ്റർ ആ പ്രവചനാലോചന കേട്ടപ്പോഴാണ് സൗഖ്യം സംഭവിച്ചത്. അതെ അതെ അതെ. എത്ര പേരത് കേട്ടായിരുന്നു? ആമേ. ഇതാണ് ഞാൻ പറഞ്ഞ, ഇതാണ് പൗരോഹിത്യ അഭിഷേകം. അതായത് ഇത് രാജകീയ അഭിഷേകത്തിന്റെ അകത്ത് വരുന്നത്. അതായത് കൽപ്പിക്കുകയാണ്, രോഗത്തിന്റെ മേൽ കൽപ്പിക്കുകയാണ്. അതായത് രോഗശക്തികൾ നിങ്ങളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ 6 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു, 1 മാസമായിട്ട് അതികഠിനമായ വേദനയായിരുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കും വേദനയായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ കാലുകളുടെ മേൽ വേദന ഇന്ന് മാറുകയാണെന്ന് പറയുകയും സഹോദരി പറഞ്ഞില്ലേ, മുട്ടയെ വരെ നിന്ന് നോക്കി ഒരു വേദന ഇപ്പോൾ ഇല്ല. യേശു അത്ഭുത മന്ത്രിയാണ്. കർത്താവ് ഇന്ന് പ്രിയമകളെ തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി യേശുവേ. പിന്നെയും നിങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഒരാലോചന വെളിപ്പെട്ടാൽ അത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ട് ഇരിക്കും. ഇന്ന് കേട്ട വചനമായിക്കോട്ടെ, ദൈവത്തിൻ്റെ ആലോചന ആയിക്കോട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റാരുമല്ല, ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ. അതാണ് ഇന്ന് നമ്മൾ കണ്ട. ഒന്നാണെന്ന് വെച്ചാൽ 6 വർഷമായിട്ടുണ്ടായിരുന്ന രോഗം, ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഒരു സെക്കൻഡുകൾക്കകത്ത് കർത്താവിന് തൊടാൻ പറ്റിയെങ്കിൽ ഈ ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ആ കർത്താവ് നമ്മുടെ ഇടപെട്ടുകൊണ്ടിരിക്കുക. നന്ദി യേശു. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിന്നെയും പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ആ സാക്ഷ്യം കേട്ടിട്ട് രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിച്ച് ചാടി എണീറ്റ് രോഗക്കിടക്കിയെന്നൊക്കെ. ഇന്ന് പറയുന്നത് പോലെ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, മൂമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർക്കും, അത്ഭുതം നടക്കും, രോഗങ്ങൾ സൗഖ്യമായിരിക്കും. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കും. ഞാനൊരു വീടിൻ്റെ അകത്ത് ഒരു മരിച്ചുപോയ അപ്പച്ചൻ്റെ, ജോസഫ് എന്ന് പേരുള്ള ഒരു അപ്പച്ചൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസഫ് എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ്റെ ഫോട്ടോ ഇരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് തലമുറകളുടെ മേലേക്ക് കർത്താവ് എന്നെ കാണിക്കുന്നു. പലപ്പോഴും ആ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനത്തെ വാഴാൻ കഴിയാതെ, സ്വസ്ഥത ഉണ്ടാകാൻ കഴിയാതെ, പിതാക്കന്മാരുടെ കാലം മുതലേ ഈ ചെതറിപ്പിക്കുന്നൊരു പരിപാടി ആ കുടുംബത്തിൻ്റെ അകത്തുണ്ട്. ഐക്യതയോടെ നിൽക്കാൻ കഴിയാതെ കുടുംബക്കാരുടെ ഇടയിലും കുടുംബത്തിൻ്റെ അകത്തും പലപ്പോഴും വാക്കുകളും തർക്കങ്ങളും ഉണ്ടാകാൻ നോക്കുന്ന ആ ഒരു കലഹത്തിൻ്റെ ദുരാത്മാവിന് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നു. ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ചാടിപ്പിടിച്ചോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ എന്റെ ചാച്ചനാണ് മരിച്ചുപോയി, ജോസഫ്. ഈ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എത്ര പേര് ആലോചന കേട്ടു? എത്ര പേരത് കേട്ടു? ഇന്ന് കർത്താവ് സിസ്റ്റർ ഇന്ന് തൊടുക കേട്ടോ. എന്നോട് ഇത്രയും നാളുകളായിട്ട് എന്നോട് സിസ്റ്ററെ വീടിൻ്റെ അകത്ത് ഈ ഫോട്ടോ വല്ലതും വെച്ചേക്കുന്ന ഞങ്ങളുടെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പച്ചൻ്റെ ഫോട്ടോ, ജോസ് എന്ന് പേരുള്ള അപ്പച്ചൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നു, ജോസഫ് എന്ന് പറഞ്ഞ അപ്പച്ചൻ്റെ ഫോട്ടോ വെച്ചേക്കുന്ന വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, പറഞ്ഞിട്ടില്ല. ഇന്ന് കലഹത്തിന്റെ ദുരാത്മാവ് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വലിയ സ്വസ്ഥത കുടുംബത്തിൻ്റെ അകത്തുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നമ്മളോർക്ക് ഇതിൻ്റെ മുമ്പിൽ എന്തുവാ, അത് ഓരോരോ വിഷയം അല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാച് ഇന്ന് കുടുംബം വിട്ട് ഇറങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. കർത്താവെ, ഇന്ന് ദൈവം തൊടുന്നല്ലോ അപ്പാ. ഇന്ന് ആ ഫോട്ടോ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടാണ്. അതിനകത്ത് ആ ഫോട്ടോയിൽ കർത്താവ് എന്നെ പേരെഴുതി കാണിച്ചു. ആ വ്യക്തിയുടെ കാലം മുതൽ കയറിക്കൂടിയതാണ്. ആ വ്യക്തിയുടെ നല്ല പ്രായത്തിൽ ആ കുടുംബത്തിൽ കയറിക്കൂടി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുതന്നെയായിരുന്നു അവസ്ഥ. ആ വ്യക്തി മരിക്കുന്നോടം വരെ ഇതായിരുന്നു അവസ്ഥ. ഇന്ന് അത് കണ്ടുകൊണ്ടാണ് മരിച്ചത്. എന്നാൽ ഇനി ഒരു ജനറേഷൻ, യേശുവിനെ വിളിക്കുന്ന ജനറേഷൻ, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ജനറേഷൻ ഇത് അനുഭവിക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പം
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ദൈവാത്മാവെ അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു കുന്നുമ്മേൽ എന്നുള്ള ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കുന്നുമ്മേൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. കുന്നുമ്മേൽ ഉള്ള വീട്ടുപേര് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ബ്രദറെ, എന്റെ വീട്ടിൽ പേരാ കുന്നുമ്മേൽ. സിസ്റ്ററുടെ വീട്ടുപേരാണോ? അതെ. ഞങ്ങളോട് വല്ല വീട്ടുപേര് വല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രദർ, എന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല ബ്രദറിന്റെ അടുത്ത്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. സിസ്റ്ററുടെ പേരിട്ടേക്കുന്നത് 1900 എത്രയാ 68 എന്നുള്ളത്. എന്തുവാ അത്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ പേര് പോലും സിസ്റ്റർ ഇട്ടിട്ടില്ല. പക്ഷേ സിസ്റ്റർ ആ വീട്ടുപേര് കർത്താവ് വെളിപ്പെടുത്തി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേലുണ്ട്. കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താലുള്ള സ്വസ്ഥതയിലേക്ക് ദൈവം ഇരുത്താൻ വേണ്ടി പോവുക. സ്വസ്ഥതയിൽ ഇരുത്താൻ വേണ്ടി പോവുക. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആദി പിടിച്ചാണ് നടക്കുന്നത്. എപ്പോഴും ആദിയാണ്, എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ഭാരമാണ്, എപ്പോഴും ആകുലതയാണ്. എന്നാൽ പല വിഷയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കയറി കയറുന്നുണ്ട്. കുടുംബത്തിൻ്റെ അകത്ത് എവിടെ നോക്കിയാലും പ്രശ്നമാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ മേലെ അറുതി വെക്കുകയാണ്. ഇന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ നന്മ കാണാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ അപ്പ. യേശുവെ നന്ദി കർത്താവേ, യേശു നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞാനൊരു നമ്പർ കർത്താവിനെ കാണിക്കാം. 619 619 എന്നൊരു നമ്പർ എടുത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? 619 എന്നുള്ള നമ്പറാണ്. 6193. ആ നമ്പർ എന്നാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് ഇങ്ങനെ ആർക്കോ വേണ്ടി കർത്താവ് ആ നമ്പർ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു നമ്പറുമായിട്ട് ബന്ധപ്പെട്ട എന്നെ കണക്ഷൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഏതൊരു വ്യക്തിയുമായിട്ട് ആ നമ്പർ കണക്റ്റഡാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അത് എന്തിൻ്റെ നമ്പറാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തോ ഒരു നമ്പർ സ്പെസിഫിക് ആയിട്ട് വ്യക്തിപരമായിട്ട് ആ വ്യക്തിയെ കണക്ട് ചെയ്തിട്ട് ആ നമ്പർ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത് ആരാന്ന് വെച്ചാൽ അത് എന്ത് നമ്പറാണോ, ഇനി നിങ്ങളുടെ പാസ്വേഡോ മറ്റോ ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾ നോക്കുക. ഇതിന് അങ്ങനെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ചേഞ്ച് ചെയ്യുന്നതാണ് ഉടനെ തന്നെ. മറ്റൊരാൾ കേട്ട് കഴിയുമ്പോൾ അത് മാറ്റരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൽ നിന്ന് ഞാൻ ആ വ്യക്തിയെ ബ്ലസ് ചെയ്യുന്നു. അത് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഒന്ന് ചെക്ക് ചെയ്യുക. അതെന്താണെന്നുള്ള നമ്പർ നോക്കുക. അതുമായിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിലെയോ മറ്റേതെങ്കിലും നമ്പറാണെന്ന് നോക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അത് കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് ചെക്ക് ചെയ്തിട്ട് നോക്കുക അത് എന്ത് നമ്പറാണെന്നുള്ളത്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ ദൈവം ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ സംസാരിക്കാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഞാൻ ഈ ഹെഡ്സെറ്റ് ഇങ്ങനെ വെച്ചൊക്കെ നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റും എനിക്ക് ഇതുണ്ടാകുന്നുണ്ട്. എനിക്കതുപോലെ തന്നെ കർത്താവ് എന്നെ ഒരു സവിത എന്ന് പറയുന്ന സവിത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് കാണിക്കും. സവിത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിനെ കാണിക്കണം. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. വേഗത്തിൽ പ്രാർത്ഥിക്കാൻ. സവിത എന്നാണ് പറയുന്നത്, സബിതയല്ല, സവിത, SAV ആണ്. ആ കുടുംബത്തെ കർത്താവ് ഇത് തൊടുകയാണ്. വലിയൊരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുവാനും അത് യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വേഗത്തിൽ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ വർഷങ്ങളായിട്ടുള്ള ഒന്ന് ആ രാജകീയ പൗരോഹിത്യ അഭിഷേകത്തെ ഒന്ന് ഉപയോഗിച്ച്
നിങ്ങളിങ്ങനെ ബ്രദർ പറയുന്നത് മാത്രം കേട്ട് നിങ്ങളുടെ അകത്തും ഇതേ ആലോചന ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പകർച്ച. അതുകൊണ്ടാണ് ഈ കൈവപ്പ് ശുശ്രൂഷ നമ്മൾ ഈ കൂട്ടായ്മയിൽ വെച്ചിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം. നിങ്ങളുടെ മേലെല്ലാം കൈവപ്പ് ശുശ്രൂഷ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന വലിയൊരു പകർച്ച. നിങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കൈവപ്പ് ശുശ്രൂഷ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. വലിയൊരു പകർച്ച ഉണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ചകളുണ്ടാവും. അതുകൊണ്ട് നിങ്ങളിലൂടെയും കർത്താവ്, ഇത് എനിക്കറിയാം ഒത്തിരി ആൾക്കാരിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവരാജ്യം വളരാൻ വേണ്ടിയാണ് കർത്താവ് ഇത് ചെയ്തത്. അനേക തകർന്ന ഭവനങ്ങളെ രക്ഷിക്കുവാൻ, അനേക തകർന്ന ഭവനങ്ങളെ വിടുവിക്കുവാൻ കർത്താവ് അത് ഉപയോഗിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് ആ യേശുവിൻ്റെ നാമത്തിലെ രോഗത്തിൻ്റെ ആത്മാക്കൾ കുടുംബം വിട്ട് ഇറങ്ങുക. അരാജകീയ പുരോഹിത വർഗമായി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്ന് അത്ഭുതകരമായ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ആ രോഗത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി ഇന്ന് സംഭവിക്കുന്നു. ആ രോഗത്തിൻ്റെ ആത്മാക്കൾ വിട്ടുമാറുന്നു, രോഗശക്തികൾ വിട്ടുമാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പം സവിത എൻ്റെ അനിയത്തിയാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കുന്നത് നേരത്തെ കേട്ടില്ലായിരുന്നു സിസ്റ്റർ? അത് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണോ? അതെന്റെ അനിയത്തിയാണ്. സിസ്റ്റർ അനിയത്തിയല്ലേ? പെട്ടെന്ന് അവർക്ക് വേണ്ടി ഇന്ന് തന്നെ അവരെ വിളിച്ച് മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ രാത്രി ഒരു മെസ്സേജ് അയക്കുക. ഞാനൊരു കൂട്ടായ്മയിൽ കൂടിയപ്പം അവിടെ ബ്രദർ ഇങ്ങനെ ദൈവം വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രത്യേകം റൗണ്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവുള്ളൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോണം. ഇപ്പം തന്നെ അയച്ചു. വലിയൊരു അനർത്ഥം വിട്ടു മാറാൻ വേണ്ടി പോവാ കുടുംബത്തിൽ നിന്ന്. നാളെ ഒരു ദുഃഖവാർത്ത കേൾക്കത്തില്ല. കർത്താവ് അത് മാറ്റിവിടാൻ വേണ്ടിയാണ് വെളിപ്പെടുത്തുന്നത്. യേശു അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് സാക്ഷിയാക്കാൻ വേണ്ടി പോവാണ്. ദൈവം വെളിപ്പെടുത്തുന്നത് അനർത്ഥം വരാനല്ല, അനർത്ഥം നീങ്ങിപ്പോകാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് പുതുതായിട്ട് കയറിയവരുണ്ട്, നിങ്ങൾക്ക് തുടർമാനമായിട്ട് കേൾക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ വചനങ്ങൾ കിടപ്പുണ്ട്. സൂമിൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥനയാണിത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. രോഗികൾ ഭാരപ്പെടുന്ന ഒരു കൈവച്ച് ഇന്ന് സൗഖ്യം എൻ്റെ അവകാശമാണ്. പറ, യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, യേശു എൻ്റെ വേദന വഹിച്ചതാണ്, അനുഭവിച്ചതാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന എൻ്റെ ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പറഞ്ഞു പഠിച്ച്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവം അത്ഭുതത്തിൻ്റെ മന്ത്രിയാണ്. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു, എൻ്റെ ദാരിദ്ര്യം ചുമന്നു. യേശുവിന് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഒരു പ്രശ്നത്തിനും ഒരു പ്രതികൂലത്തിനും ഏത് രാജ്യത്തായിക്കോട്ടെ നിങ്ങളവിടെ വാഴാൻ വേണ്ടി പോവുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കൈയെടുക്കുമ്പോൾ വേദന അവിടെ ഉണ്ടാകത്തില്ല. അത്ഭുത സൗഖ്യം. എൻ്റെ കൂടെ പറ, ദൈവരാജ്യം എന്ന് പറയുന്നത് മുടന്തൻ തുള്ളുന്നതും ചെകിടൻ കേൾക്കുന്നതും ഊമൻ സംസാരിക്കുന്നതും മരിച്ചവൻ ഉയർക്കുന്നതുമാണ് ദൈവരാജ്യം. ആ രാജ്യത്തിൻ്റെ ശക്തിയെ ഞാൻ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ തന്നെ അത്ഭുതത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ചെവി കേൾക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ ചെവി ഇപ്പോൾ തുറക്കുക. 2 ചെവിയും യേശുവിനെ ഒരേപോലെ കേൾക്കുന്ന രീതിയിലേക്ക് മാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കൈയെടുത്ത് വെച്ച് ആ വിരലെടുത്ത് ആ ചെവിയിലുണ്ടെന്ന് വെച്ചിട്ട് പറയും, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് ചെവി കേൾക്കുന്നപ്പം ആ ബുദ്ധിമുട്ട് സൗഖ്യമായിരുന്നു. നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിനും വിടുവിച്ചതിനും നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. ഒരേ ആലോചന ഒരേപോലെ വന്നവർ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നിങ്ങൾ ചാടിപ്പോവാതെ നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ വയലിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. മുന്നോട്ടും വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെയും അവസരങ്ങളുണ്ട്. വരാൻ പോകുന്ന മീറ്റിങ്ങുകളിൽ കർത്താവിൻ്റെ നാമത്തിൽ മുഴുവനും ഈ ദിവസങ്ങളിൽ ജോലിയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ വ്യക്തിപരമായിട്ട് എനിക്ക് മറുപടി തരാൻ കഴിയത്തില്ലെങ്കിലും വിതച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരു പാഴ്ചെലവുണ്ടാകത്തില്ല. യേശുവിൻ്റെ അധികാരമുള്ള ശേഷിപ്പുണ്ടാകാൻ വേണ്ടി പോവുക. നന്മ ശേഷിപ്പുണ്ടാകാൻ വേണ്ടി പോവുക. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ പോവാം. ഫെബ്രുവരിയിലെ മീറ്റിങ്ങിനെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കുക. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർക്ക് ഏറ്റുപറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്ററെ.
ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോൾക്ക് കോവിഡ് പോസിറ്റീവാണ് എന്ന് പറഞ്ഞ് ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചായിരുന്നു. മോൾക്ക് സൗഖ്യം വന്നു. ഇപ്പം ഇടയ്ക്കൊക്കെ ഒരു ചെറിയൊരു ശ്വാസതടസ്സം വരുന്നുണ്ട്. എങ്കിലും ന്യൂമോണിയ ആയി പോയായിരുന്നു, കോവിഡ് വിത്ത് ന്യൂമോണിയ. അപ്പോൾ ദൈവം വലിയ സൗഖ്യം കൊടുത്തു, അനർത്ഥങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം സൗഖ്യം കൊടുത്തു. യേശുവിൻ്റെ തിരുമുറിവുകളാൽ എനിക്ക് സൗഖ്യം വന്നു, സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ബ്രദറൊന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നു. ചെറിയ ഇടയ്ക്ക് ശ്വാസം മുട്ട്, ഒരു ചെറിയ ചുമയൊക്കെ ഉള്ളൂ. എന്നാലും ദൈവം അത് പൂർണ്ണമായും സൗഖ്യമാക്കും. ആമേൻ. സൗഖ്യമാക്കിയിരുന്ന സിസ്റ്ററെ, പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. ധൈര്യത്തോടെ പിന്നെയും പ്രാർത്ഥിച്ചോണം. അത്ഭുതം നമ്മൾ കാണുന്നത് വരെ പ്രാർത്ഥിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. എന്തോ പറഞ്ഞത് ഒന്നുകൂടെ ഓർക്കുന്നുണ്ടോ ബ്രദറെ? 069 ആയിരുന്നു. നമ്പർ സിസ്റ്ററെ ഞാൻ ഓർക്കുന്നില്ല. ഞാനത് എപ്പോഴും പറഞ്ഞു, നമ്മൾ ഈ കേൾക്കുന്ന ആലോചന നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി അത് യൂട്യൂബിൽ നോക്കിയാൽ മതി. എത്രയായിരുന്നു? 691. ബീന സഹോദരി ആ വാക്യം സെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഒരാലോചന കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തണം. ഞാനത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യവും എനിക്ക് വരുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഈ ദൈവാത്മാവ് ആ സമയങ്ങളിൽ ഇടപെടുന്നതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞത്, പിന്നീട് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഓർക്കാൻ സാധ്യത. നമ്മൾ എല്ലാ ദിവസവും ഇടപെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കമൻറ്റിലുണ്ട്. അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുക എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് ഏറ്റെടുക്കുക കേട്ടോ. ആലോചന വരുന്ന സമയത്ത് ചാടി പിടിച്ചോണം, പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞു ഒരുമിച്ച് പറയാതെ ആലോചന പറഞ്ഞായിരുന്നല്ലോ ബ്രദർ. വയറിന്റെ ഇടത് ഭാഗത്ത് ഇങ്ങനെ വലിയ അസ്വസ്ഥതയാൽ ഇങ്ങനെ സ്വയമായി ഭാരപ്പെട്ട് കഴിയുന്നത്. അത് ഞാനിങ്ങനെ ഇന്ന് രാവിലെയും അതേ കണക്കിങ്ങനെ വയറ് തടവി ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ കൂടുന്നുണ്ട്. ഞാൻ യേശുവിന്റെ തിരുമുറിവുകളിൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഡോക്ടറെ കാണണോ എന്നുള്ള ഒരു സംശയത്തിലും ഇങ്ങനെയാണ് ഞാൻ പോകുന്നത്. പിന്നെ കർത്താവ് സൗഖ്യമാക്കുന്നുള്ള ആദ്യത്തിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വേറെ ആരും ഒന്ന് പറയാനെ കൊണ്ടാണ് ഇന്ന് രാവിലെയും ഞാനിങ്ങനെ ബെഡിൽ കിടന്നുകൊണ്ട് ഇതിങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ കൈ വെച്ച് തന്നെ തടവിയിരുന്നു. അപ്പൊ എനിക്ക് വേറെ ആരും പറയാനത് കൊണ്ട് അത് എന്നോട് തന്നെയുള്ള എനിക്ക് മനസ്സിലായി. അത് ഏറ്റെടുത്ത് തടവിയ തടവ് ഒന്നും ഇതാ എന്നും പറഞ്ഞുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഇതാണ് തുടങ്ങുന്ന ഒരു വാക്കില്, ബൈബിൾ വാക്കില്. അത് ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്, ആർക്കും അടച്ചുകൂടാന്നുള്ളത് വെളിപ്പാടില്ലേ. അത് ഞാൻ എന്റെ ബൈബിളിനകത്ത് എന്ന് നേരത്തെ പോലെ കിട്ടിയ ഒരു ആലോചനയുമാണത്. അന്ന് തൊട്ട് എപ്പോ കിട്ടിയാലും എനിക്ക് ഈ ഒരു വാക്കാണ് കിട്ടുന്നത്. ഞാൻ എന്റെ ബൈബിളിനകത്ത് തന്നെയാണ് അത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ തുറന്നാലും അതിങ്ങനെ കാണും നമ്മളാണ് ആ ഒരു ഏറ്റെടുത്ത തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഏറ്റെടുക്കുക. ആ വേദനകളുടെ മേൽ, ബുദ്ധിമുട്ടുകളുടെ മേൽ ഏറ്റെടുത്തോടെ നമ്മുടെ കർത്താവ് സൗഖ്യം നടക്കുന്ന ദൈവമാണ്. അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരേ ആലോചന ഒരേപോലെ വന്നവരെ എടുത്തു പറയരുത്. കാര്യം നമുക്ക് ആ സമയവും കൂടെ നഷ്ടപ്പെടും. കാരണം മറ്റൊരാൾക്കും കൂടെ സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം. കാര്യം ഒത്തിരി ആൾക്കാർ പിന്നെയും പറഞ്ഞ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരാലോചന ഒരിടത്ത് പറയാതെ ഒരാളത് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ തന്നെ ആലോചനയാണെങ്കിൽ അത് ഏറ്റെടുത്താൽ മതി. നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞാൽ മതി, ആമേൻ പറഞ്ഞാൽ മതി. കർത്താവ് അത് സാക്ഷിയാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഒരു ലോറൻസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞവന് ഒരു പെൺതലമുറയാണുള്ളത്. അവരുടെ ദൈവപ്രവൃത്തി നടക്കുമെന്ന് പറഞ്ഞത് അതെന്റെ സഹോദരനാണ് ലോറൻസ്. ഞാൻ ആരെങ്കിലും ഏറ്റെടുക്കുന്ന വിചാരിച്ചു ഞാൻ ഒന്നും മിണ്ടാതിരുന്ന, പിന്നെ ആരും ഇല്ല. അപ്പൊ ലോറൻസ് എന്റെ സഹോദരനാണ്. പെൺതലമുറയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് 2 പെൺകുട്ടികളാണ്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് ഏറ്റെടുത്തോണം കേട്ടോ. ആ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ആ ദൈവം ഒരു സാക്ഷിയാക്കിയ മകനെ തീർക്കും നിങ്ങളിലൂടെ കേട്ടോ. എന്തോ ബ്രദറെ, ഒരു മനോഭാരത്തോടെ ഇരിക്കുന്ന ഒരാളുടെ കാര്യം പറഞ്ഞല്ലോ ബ്രദറെ. അതെന്റെ ഭർത്താവാണ്. കടഭാരം കൊണ്ട് മനസ്സ് വിഷമിച്ച് തകർന്നിരിക്കുകയാണ് ബ്രദറെ.
ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഭാരം പിശാചിൻ്റെ തന്ത്രമാണ്. ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും പറഞ്ഞു, ഒരു 10 പ്രാവശ്യം എല്ലാ ദിവസവും പറഞ്ഞു അത്ഭുതം നടക്കും. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അബ്രഹാം പിതാവിന് വേണ്ടി ദൈവം ഒരുക്കിയതുപോലെ നമുക്ക് വേണ്ടി യഹോവ ഈര ദൈവം കരുതുമെന്ന് പറഞ്ഞോണം. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണും. ആ ഭാരം വിട്ടൊഴിഞ്ഞ് സമാധാനം ഉണ്ടാവും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. എന്റെ പേര് മേരി എന്നാ, പക്ഷെ ഒരു മിനിറ്റ് നിങ്ങൾ ഒരു സ്ഥലത്തിന്റെ ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട്. ഇത് ഒരേപോലെ മ്യൂട്ട് മാറ്റല്ലേ. പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ തോമസ് വേറിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടേ. തോമസ് വേറെ, നിങ്ങൾ ഒരേപോലെ മ്യൂട്ട് മാറ്റല്ലേ. പറഞ്ഞു. സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞത് 22 സെന്റ് സ്ഥലമാണ് എന്റെ പേരിലുള്ളത്, പക്ഷെ 18 പറഞ്ഞു. അത് കാരണം ആരും ഏറ്റെടുത്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? 18 സെന്റ് സ്ഥലത്തിന്റെ ആ സിസ്റ്ററെ, ആ വ്യക്തിയെ ഇടപെട്ടത് സിസ്റ്ററുടെ അപ്പം അല്ല കേട്ടോ. 18 സെന്റ് സ്ഥലത്തിന്റെ ആളാ കേട്ടോ. ബ്രദറെ, എന്റെ പേര് ശോഭിത. എന്റെ സ്ഥലം 18 സെന്റ് വസ്തുവാ. ഈ മേരി എന്നുള്ള പേര് വന്നത് എങ്ങനെയാ സിസ്റ്റർ? അതുമായിട്ട് എന്നാ ബന്ധം? അറിയാൻ വയ്യ ബ്രദറെ. അപ്പൊ സിസ്റ്ററുമായിട്ട് ബന്ധമുള്ളതല്ല സിസ്റ്ററെ. ഞാൻ പറഞ്ഞില്ലേ, ആ സ്ഥലത്തിന്റെ കൂടെ മേരി എന്ന് പറയുന്ന ഒരു പേരുള്ള വ്യക്തിയുടെ ആ ഒരു വ്യക്തിയുമായിട്ട് കണക്ഷൻ ആ സ്ഥലത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആലോചന ശ്രദ്ധിച്ചു കേട്ടോണേ. മേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ്. ആ വ്യക്തി ചിലപ്പോൾ അതിൻ്റെ ഓണർ ആയിരിക്കത്തില്ല, ആ കുടുംബത്തിലുള്ള വ്യക്തിയായിരിക്കും. ആ സ്ഥലത്തിൻ്റെ മേലുള്ള ഒരു അവകാശമാണ്. 18 സെന്റ് സ്ഥലമാണ് കാണിക്കുന്നത്. അതിന് മേലുള്ള അവകാശവാദങ്ങളാണ്. അത് നിമിത്തം ഉണ്ടായ ചില അസ്വസ്ഥതക്കേടും രോഗങ്ങളും ആ കുടുംബത്തിലുണ്ട്. അത് സൗഖ്യത്തിലേക്ക് കർത്താവ് നടത്താൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ സൂം മാത്രമല്ല, ഇതേപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എല്ലാം നമ്മൾ ഈ കൂടുന്ന 500 പേരിൽ കൂടാതെ ബാക്കി എല്ലാവരും കൂടെ മിക്സഡായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളായിട്ടുള്ള അല്ലതില്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതായിരിക്കും ഇടപെടുന്നത്. അത് അവർ ഏറ്റെടുത്തോളും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ ഷുഗർ കുറച്ച് നാളായി ഫാസ്റ്റിംഗ് 270 ആയിരിക്കുമായിരുന്നു. ഞാൻ ദിവസം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് നോക്കിയപ്പോ 124-ലെത്തി. പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തില്ല. അങ്ങനെ ഷുഗർ അങ്ങനെ നോർമൽ. ആമേൻ. തീർച്ചയായിട്ടും അത് പറഞ്ഞോണം. കർത്താവ് എൻ്റെ ഷുഗർ യേശു, ഇങ്ങനെ പറയാം, എൻ്റെ ഷുഗർ യേശു ക്രൂശിൽ വഹിച്ചതാണ്. കാര്യം എൻ്റെ രോഗം എന്ന് പറഞ്ഞ് ആരും പ്രാർത്ഥിക്കരുത്. കാര്യം രോഗം എന്നുള്ളത് അതിനൊരു രോഗത്തിനൊരു പേരുണ്ട്. നമ്മൾ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു എന്ന് പറയുമ്പോഴേക്കും ബൈബിൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ രോഗങ്ങളുടെ പേരെഴുതാത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല രോഗങ്ങളുണ്ട്. അപ്പോൾ പറയണം എൻ്റെ ഷുഗർ യേശു വഹിച്ചതാണ്, എൻ്റെ വേദന യേശു വഹിച്ചതാണ്, എൻ്റെ ക്യാൻസർ യേശു വഹിച്ചതാണ്, എൻ്റെ ട്യൂമർ യേശു വഹിച്ചതാണ്. എന്താണോ നിങ്ങളുടെ രോഗം അതിൻ്റെ പേര് പറഞ്ഞ് യേശു അത് വഹിച്ചു. യേശു ആ രോഗത്തിന് സൗഖ്യത്തിന് വേണ്ടിയാണ് മുറിവേറ്റത്. ആ മുറിവ് എൻ്റെ അത്ഭുതമാണെന്ന് പറഞ്ഞോണം. പൂർണ്ണ സൗഖ്യം. ഇനി അത് കൗണ്ട് താന്നോണ്ടേ ഇരിക്കും, നോർമൽ കണ്ടീഷൻ തന്നെ വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു. ബ്രദർ. എന്തോ ഹലോ, പറഞ്ഞോ സിസ്റ്ററെ. എന്റെ പേര് രമ എന്നാണ്. എനിക്ക് ഒരു 2 മാസത്തിനകത്ത് എൻ്റെ കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് മങ്ങിയതൊരായി. അവര് ഡോക്ടറെ കാണിച്ചപ്പോൾ അവര് പറയുന്നു ഒരു കണ്ണിന് മുഴുവനും കാഴ്ച പോയി, ഇനി ഒരു കണ്ണിന് പ്രഷർ കൂടി നിൽക്കണം, അതിന് ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ കാഴ്ചയും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു മോനുണ്ട്. മോൻ ജോലി സ്ഥലത്താണ്, എറണാകുളത്ത്. എനിക്ക് വേറെ മക്കളൊന്നുമില്ല, എന്നെ നോക്കാനും ആരുമില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇവ എനിക്ക് കാഴ്ച തരുമെന്ന് ബ്രദറെ. ആ കൈ വെച്ച് എപ്പോഴും പറഞ്ഞോണം. ബൈബിൾ പറയുന്നു കർത്താവ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കുള്ള വില യേശു കൊടുത്തു, ആ രോഗത്തെ യേശു വഹിച്ചു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. കൈ വെച്ച് എല്ലാ ദിവസവും പറഞ്ഞോണം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ തന്നെ ആ സഹോദരൻ കണ്ണാടി വെക്കുന്ന ആളായിരുന്നു. ഇപ്പം കണ്ണാടി ഇല്ലാതെ എല്ലാം വായിക്കാൻ പറ്റിയതുപോലെ ബൈബിൾ പറഞ്ഞു, കുരുടൻ കാണും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവർ കേൾക്കും. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അത്ഭുതം നടക്കുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ.
ഈ സമയത്ത് സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞു. സാക്ഷിയുള്ളവർ പറഞ്ഞു. പറഞ്ഞു സിസ്റ്ററെ. 30 ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു ഭവനത്തിലെ പേപ്പർ കേട്ടില്ല സിസ്റ്ററെ? സിസ്റ്റർ ക്ലിയർ ആയില്ല, റേഞ്ച് കട്ടാവുന്നുണ്ട്. പറഞ്ഞു, ഇനി പറഞ്ഞു. ഹലോ, കേക്കാം. സിസ്റ്റർ ക്ലിയർ അല്ലായിരുന്നല്ലോ സിസ്റ്റർ, റേഞ്ച് കട്ടാവുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും സിസ്റ്റർ, എനിക്കിത് വോയിസ് റെക്കോർഡായിട്ട് സിസ്റ്റർ ഒന്ന് അയക്കാവോ? എനിക്ക് ക്ലിയർ അല്ല പറയുന്നത്. എനിക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറുണ്ട്, അതിൽ വാട്സാപ്പ് അല്ലെങ്കിൽ ആ കാണുന്ന പ്രെയർ ലൈൻ നമ്പറിലോട്ടോ ഒന്ന് വോയിസ് റെക്കോർഡ് അയച്ചാൽ മതി കേട്ടോ. കേൾക്കുന്നില്ലാത്തതുകൊണ്ടാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ ബിജു എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കാര്യം ദൈവാലോചന ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ബ്രദർ ഇന്ന്. അത് സിസ്റ്ററെ ആ വ്യക്തി ആ വീടുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററെ, അതാ ഞാൻ പറഞ്ഞത്. ആ കുറച്ച് മുമ്പ് നമ്മൾ ആ വെളിപ്പെട്ട ആ വീടുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നത് ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നല്ലോ കേട്ടോ. പറഞ്ഞോ. ക്ലിയർ ആകുന്നില്ല. ക്ലിയർ ആകുന്നില്ല, നെറ്റ്വർക്കിൻ്റെ വിഷയമുണ്ട്, എനിക്ക് ക്ലിയർ ആകുന്നില്ല. എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക്, ഞാനിപ്പോൾ സമയം ഇച്ചിരി നമുക്ക് നീണ്ടുപോയി, തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പറഞ്ഞോ പറഞ്ഞോ. ബ്രദറെ, എനിക്ക് ബ്ലഡ് ഹീമോഗ്ലോബിൻ എപ്പോഴും 7, 8 അല്ലെ 9 കൂടുതലുണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ ഞാൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അങ്ങയുടെ തിരുരക്തം കുറച്ച് എനിക്ക് തന്ന എന്റെ ബ്ലഡ്, എനിക്ക് ഹീമോഗ്ലോബിൻ കൂട്ടി തരണേന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പം ബ്രദറെ ഒരിക്കലും എനിക്ക് അങ്ങനെ കാണാറുള്ളതല്ല, ഒരു 5-6 വർഷമായിട്ട്. അപ്പൊ എനിക്ക് ഈ പ്രാവശ്യം 11.5 ബ്ലഡ് എനിക്ക് കിട്ടി, ബ്ലഡ് ഹീമോഗ്ലോബിൻ ഉണ്ടായി. ആമേൻ. തീർച്ചയായും. എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നത്? എത്ര വർഷമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു? നേരത്തെ 2016 ക്യാൻസർ വന്ന്, അത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ പ്രാർത്ഥനയിലൊക്കെ പോയി അത് സൗഖ്യമായി. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഇങ്ങനെ ഈ ബ്ലഡ് എപ്പോഴും 1, 7, 8, 9 കൂടുതലല്ല, 9 വരില്ല, 8, 7 അങ്ങനെ നിന്നോണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ബ്ലഡ് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തപ്പോ എനിക്ക് 11.5 ഉണ്ട്. ആമേൻ. തീർച്ചയായിട്ടും പ്രേക്ഷിച്ച് പറഞ്ഞ പോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ രക്തം എനിക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചു. ആ രക്തത്തിലുള്ള കൗണ്ടുകളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കി. വർഷമായിട്ടുള്ളത് നോർമൽ ആകാത്തതായിരുന്നു. കർത്താവ് അത് പ്രവർത്തിച്ചു കഴിഞ്ഞതിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി നന്ദി. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പം നാളെ നമ്മുടെ പ്രാർത്ഥന സൺഡേ ആണ്. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിലേ ഉള്ളൂ, സൂമിൽ നാളെ ഇല്ല. നാളെ മാത്രമില്ല, തിങ്കളാഴ്ച മുതൽ പഴയ പോലെ തന്നെ നമുക്ക് സൂമിൽ തന്നെയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക, നമുക്ക് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് വളരെ ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ നിങ്ങൾ നേരെ എറണാകുളത്തേക്ക് പാലാരിവട്ടത്തേക്ക് വരിക. കൊല്ലത്തുള്ള ജയൻ മെമ്മോറിയൽ പഞ്ചായത്ത് ഹാളിലേക്കോട്ട് വരിക. നിങ്ങൾക്ക് കോട്ടയത്തുള്ളവർക്ക് ക്രിസ്ത്യൻ ദാനകേന്ദ്രമുണ്ട് കളത്തിപ്പടിയിൽ, അങ്ങോട്ട് നമ്മൾ ആദ്യം മീറ്റിംഗ് നടന്ന സ്ഥലത്ത് തന്നെയാണ്. എറണാകുളത്ത് വരെ തന്നെ നേരത്തെ തന്നെ വരിക. വളരെ ദൂരമുള്ളവരൊക്കെ നേരത്തെ ഇങ്ങി പോരുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കും. വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യും. രോഗികളായി ഭാരപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ട് വരിക. കർത്താവ് രോഗസൗഖ്യം കൊടുക്കുക തന്നെ ചെയ്യും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. വലിയ പ്രവചന ആലോചനകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കാണാനും കേൾക്കുവാനും ഒക്കെയും ദൈവം നിങ്ങളെ സഹായിക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമ്മുടെ പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോസ്റ്ററുകളൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പ്രെയർ ലൈനിലേക്കുള്ള സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ വർഗീസ് ബ്രദർ വരും ദിവസങ്ങളിൽ നോട്ടീസുമായിട്ട് അതിലൊക്കെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അദ്ദേഹത്തെയും കണക്ട് ചെയ്യുക. നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം എറണാകുളം മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ അദ്ദേഹം പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്.
ഇനി ഇടയിൽ വെച്ചൊക്കെ നിങ്ങൾക്ക് നോട്ടീസുകൾ അല്ലെങ്കിൽ മുൻകൂർ ആവശ്യമുണ്ടെങ്കിൽ പ്രയർ ലൈനിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, അവരത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഇപ്പോൾ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏറ്റുപറഞ്ഞാട്ടെ. നമ്മുടെ മുമ്പിൽ കർത്താവ് അത് തുറക്കുന്ന ദൈവമാണ്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കർത്താവ് അത്